പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह के पवित्र नाम की महिमा हो। അനുഗ്രഹീതമായ രാവിലേക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. आशीष भरे इतने अच्छे सुबह के लिए प्रभु को धन्यवाद। കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. और प्रभु के शरण में उसकी परमेश्वर की आराधना करने के लिए प्रभु जो हमें ले आया है उसके लिए हम उसको धन्यवाद करते हैं। ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ കരുണയും കൃപയും നമ്മുടെ മേലുണ്ടായിരുന്നല്ലോ. इन दिनों में उसकी करुणा और दया हम सभी के ऊपर थी। ഈ വർഷത്തിന്റെ കഴിഞ്ഞ 8 മാസങ്ങളിലും ദൈവത്തിന്റെ മഹാദയ നമുക്ക് അനുഭവിപ്പാനിടയായി. और इस साल के पिछले 8 महीनों में भी उसके हर एक महीने उसके दया को अनुभव करने का പുതിയ मौका മാസത്തിന്റെ പ്രാരംഭ സൺഡേയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ അവസരം ദൈവം ഒരുക്കിയതിനാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. और इस महीने के शुरुआत वाले संडे में ही एक साथ मिलकर उसकी स्तुति आराधना करने का मौका मिला है। उसके नाम को हम महिमा करें। നമുക്ക് അല്പസമയം ദൈവത്തെ നന്ദി കരേറ്റാമല്ലോ. और इसके लिए हम उसको धन्यवाद करें। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നന്ദിയോട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. നന്ദി പിതാവേ, നന്ദി പിതാവേ. അങ്ങയുടെ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി, എല്ലാ കരുതലുകൾക്കും നന്ദി, എല്ലാ സ്നേഹത്തിനും നന്ദി. ഓ ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കും നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പവിത്ര और अनंत स्वर्गीय पिता, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. आशीष भरे अच्छे समय के लिए तुझे धन्यवाद करते हैं। കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് അങ്ങയെ ആരാധിപ്പാനും സ്തുതിപ്പാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. और तेरे शरण में आकर और एक बार प्रार्थना स्तुति आराधना करने का जो मौका दिया है इसके लिए धन्यवाद। ദൈവമേ, ദിനങ്ങളൊക്കെയും അങ്ങ് ഞങ്ങൾക്ക് നല്ലവനായി കൂടെ ഇരുന്നല്ലോ. और इन सभी दिनों में तू हमारे लिए कितना भला था। അതിശയവും അത്ഭുതവുമായി ഞങ്ങളെ നടത്തിയല്ലോ. बहुत ही अद्भुत रीति से तूने हमें चलाया। ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. और तेरे सभी दानों के लिए धन्यवाद करते हैं। അങ്ങയുടെ സൂക്ഷിപ്പിനായി ഞങ്ങൾ നന്ദി പറയുന്നു. तेरे देखभाल के लिए धन्यवाद करते हैं। ദൈവമേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരുന്നുകൊണ്ട് और इसके लिए आज जो तेरे शरण में है, അങ്ങയെ സ്തുതിക്കുമ്പോൾ, അങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ, और जब तेरी स्तुति और महिमा हम करते हैं, അങ്ങയെ ആരാധിക്കുമ്പോൾ, और जब तेरी आराधना करते हैं, വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയാക്കണം. इसके बीच में तेरी उपस्थिति महसूस कर पाए इसके लिए मदद कर। ഈ ആരാധനയിൽ വിവിധയിടങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. और अपने अपने भवनों में कई जगहों से इसमें भाग लेने वाले सबों के लिए धन्यवाद करते हैं। ജനത്തെ എല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. और तेरी प्रजा को तू आशीष दे। അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. और तू हमसे बात कर। പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. हे पवित्र आत्मा हमें चला। ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമാറാകണമേ. हे पवित्र आत्मा इस सेवकाई की तू नियंत्रण कर। ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പകൽക്കാലം അനുഗ്രഹത്തിൻ്റെതായി മാറണമേ കർത്താവേ. और ये सुबह हमारे लिए एक आशीष का अच्छा कारण बने। അങ്ങയുടെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. और हम अपने आप को तेरे हाथ में सौंपते हैं। അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. हमारी प्रार्थना विनती सुना इसके लिए धन्यवाद। യേശുവിൻ നാമത്തിൽ പിതാവേ, यीशु के नाम से ही ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. और प्रभु के नाम को महिमा देते हैं। ഈ പകൽക്കാലം വിശേഷാൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. और सुबह को इस आराधना में भाग लेने वाले सभी को प्रभु यीशु मसीह के पवित्र नाम से प्रेम वंदन। ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു മനസ്സോടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിക്കട്ടെ. इसके लिए एक मन के साथ उसकी स्तुति आराधना करने के लिए प्रभु मदद करे। നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്നെങ്കിൽ പോലും വിദൂരങ്ങളിലായിരിക്കുന്നെങ്കിൽ പോലും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് നല്ല കർത്താവിനെ നമുക്ക് ആരാധിക്കുവാനും സ്തുതിപ്പാനും ഈ പകൽക്കാലം വേർതിരിക്കാം. भले हम सब अपने अपने भवन में है, कई दूर देश में है, लेकिन हम सब एक मन के साथ उसकी स्तुति आराधना मिलकर करें। ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവത്തിന് പകരം കൊടുക്കുവാൻ, और उसके हर एक भलाइयों के लिए हम धन्यवाद करने के लिए, നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ, और उनके नाम के हिसाब से हम उसकी महिमा करें। സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ, और स्तुति के और आदर के योग्य होने वाले परमेश्वर को धन्यवाद करने के लिए പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. आज सुबह इसके लिए प्रभु हमें मदद करे। എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനാപൂർവ്വം തുറന്നുള്ളതായ ആരാധനയിൽ പങ്കുചേരുവാൻ വിശേഷാൽ ആഹ്വാനം ചെയ്യുകയും അപ്പോൾ തന്നെ തുറന്ന് ചില പാട്ടുകൾ പാടി ഈ ആരാധനയിൽ ഇടിയുവാൻ ആമേൻ കൊയറിനെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. और प्रत्येक रूप से सभी जन दिल खोलकर उसकी स्तुति आराधना करे हैं और इस आराधना में हम कोयर को स्वागत करते हैं। आइए हम परमेश्वर के सन्निधि में एकत्रित होकर उसके धन्यवाद करें, उसकी आराधना करें, क्योंकि वो महिमा की योग्य है, वो स्तुति की योग्य है। एक साथ हम जब उसके सन्निधि में आएंगे, हम घुटने टेक के एकत्रित होके पूरे मन से
पूरे दिल से हम उसकी आराधना करें। हालेलुया, क्योंकि वो ये महिमा की योग्य है। अंदर से, हमारे दिल से हम आराधना करें उसकी। हालेलुया। We have come into His house and gathered in His name to worship Him. We have come into His house and gathered in His name to worship Him. We have come into His house and gathered in His name to worship Christ the Lord. Worship Him, Jesus Christ the Lord. Worship Him, Jesus Christ the Lord. Let's forget about yourselves and concentrate on Him and worship Him. Let's forget about yourselves and concentrate on Him and worship Him. Let's forget about ourselves and concentrate on Him and worship Christ the Lord. Worship Him, Jesus Christ the Lord. Worship Him, Jesus Christ the Lord. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. നീ എൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ പൂർണ്ണനായി. നീ എൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ ധന്യനാം. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം, ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവമറന്നും തൻ സന്നിധിയിൽ മോദമോടെന്നും. നമ്മെ സർവമറന്നും
നമ്മെ സർവമറന്നും നിൻ സന്നിധിയിൽ ജ്ഞാനത്തോടെന്നും നമ്മെ സർവമറന്നും തൻ സന്നിധിയിൽ ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ। तेरा प्यार है महान, तेरा प्यार है यहाँ, मैं जो पहली मुर्दा था तूने डाली मुझ में जान। तेरा प्यार है महान, तेरा प्यार है यहाँ, मैं जो पहली मुर्दा था तूने डाली मुझ में जान। क्यों ना बोलूं फिर मैं तेरी जय जयकार, क्यों ना बोलूं फिर मैं तेरी जय जयकार, जय जयकार जय जयकार। तूने मेरे लिए क्या कुछ ना किया, जय जयकार जय जयकार। तूने मेरे लिए क्या कुछ ना किया। मेरी सूरत बिगड़ी थी, मेरा दिल था काली, तूने सींचा था तुमसे ताकि आई हरियाली। मेरी सूरत बिगड़ी थी, मेरा दिल था काली, तूने सींचा था तुमसे ताकि आई हरियाली। क्यों ना बोलूं फिर मैं तेरी जय जयकार, क्यों ना बोलूं फिर मैं तेरी जय जयकार, जय जयकार जय जयकार। तूने मेरे लिए क्या कुछ ना किया, जय जयकार जय जयकार। तूने मेरे लिए क्या कुछ ना किया। आई जीवन में खुशी, आई अपनी जिंदगी, तू है जिंदा शाफिया, तूने किया। आई जीवन में खुशी, आई अपनी जिंदगी, तू है जिंदा शाफिया, तूने है किया। क्यों ना बोलूं फिर मैं तेरी जय जयकार, क्यों ना बोलूं फिर मैं तेरी जय जयकार, जय जयकार जय जयकार। तूने मेरे लिए क्या कुछ ना किया, जय जयकार जय जयकार। तूने मेरे लिए क्या कुछ ना किया। अपनी रूह से भरिया, अपनी शक्ति मुझको दी, ताकि तूने गवाही तेरी जीने की। अपनी रूह से भर दिया, अपनी शक्ति मुझको दी, ताकि दूं मैं गवाही तेरी जी उठने की। क्यों ना बोलूं फिर मैं तेरी जय जयकार, क्यों ना बोलूं फिर मैं तेरी जय जयकार, जय जयकार जय जयकार। तूने मेरे लिए क्या कुछ ना किया, जय जयकार जय जयकार। तूने मेरे लिए क्या कुछ ना किया। യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര। യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര। മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല। മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല। നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര। യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര। രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ। രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ। യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര। യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര। അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും അടുക്കയില്ല। അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല।
കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര, യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര, യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര, യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. ആശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ നിൻ തേജസ്സിൽ. എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ നിൻ തേജസ്സിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ പ്രിയനും കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. आइए हम उसके चरणों में आते हैं, गिर पड़ते हैं उसके चरणों में, अपने पूरे मन से कहते हैं कि तेरी ही धन्यवाद हो, तेरी ही महिमा हो, तेरी ही आराधना हो। यीशु यीशु आ हमारे दिल में, हमारे अंदर आपकी आत्मा को उंडेल प्रभु जी, और हमें आपकी आत्मा में भर दे। हालेलुया। हमें आपकी आत्मा की ज़रूरत है यीशु। हम आपकी आत्मा के बिना हम कुछ नहीं कर पाएंगे। हमारे दिलों को, हमारे संपूर्ण जीवन को हम आपके उपस्थिति में रखते हैं। आप ही हमारे अंदर उंडेल दे आपकी आत्मा को, और आत्मा में जीने के लिए हमें ताकत दे, बल दे। हालेलुया। तेरे पास हम आते हैं सदा, तू ही एक बस है खुदा। सारी महिमा और उपासना तुझको ही मिले सर्वदा। तेरे पास हम आते हैं सदा, तू ही एक बस है खुदा। सारी महिमा और उपासना तुझको ही मिले सर्वदा। मेरे खुदा, मेरे खुदा, मेरे खुदा यीशु तेरे प्यार का हो गया असर, चल रहा हूँ मैं तेरी राहों पर। तेरे प्यार पे हो गया फिदा, दुनिया से तो मैं हो गया जुदा। तेरे प्यार का हो
यीशुआ, यीशुआ। सोचता मैं था जाऊं मैं कहाँ, आ मेरे पास आ, तूने ये कहा, मुझको तूने ये वादा है किया, चाहे कुछ भी हो तू साथ है सदा। सोचता मैं था जाऊं मैं कहाँ, आ मेरे पास आ, तूने ये कहा, मुझसे तूने ये वादा है किया, चाहे कुछ भी हो तू साथ है सदा। मेरे खुदा, मेरे खुदा, मेरे खुदा, यीशुआ, 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 यीशुआ। जरूरत है, जरूरत है, जरूरत है मुझको तेरी, जरूरत है, जरूरत है, जरूरत है मुझको तेरी। अधूरा हूँ मैं तेरे बिना, बिन तेरे क्या है जीना। अधूरा हूँ मैं तेरे बिना, बिन तेरे क्या है जीना। मैं तेरे बगैर हूँ अधूरा, तू आकर मुझे कर पूरा। मैं तेरे बगैर हूँ अधूरा, तू आकर मुझे कर पूरा। जरूरत है, जरूरत है, जरूरत है मुझको तेरी। एक और बार दिल से जरूरत है उसकी, जरूरत है, जरूरत है, जरूरत है मुझको तेरी, जरूरत है। हाथों को दिल पे रख के, जरूरत है उसकी, जरूरत है मुझको तेरी। तेरे बिना मैं अधूरा हूँ, तेरे बिना मैं अकेला हूँ, तेरा बिना मेरा कोई सहारा नहीं है। प्रभु इस सन्निधि में आने के लिए, हमारे पास रहने के लिए हम आपके धन्यवाद करते हैं। Lord, thank you, Father, for this presence, Lord. Thank you, Lord, for your great power that was there with us today in this worship. Thank you, Lord, for your great power that was there amongst us, Lord. Lord, we could experience your presence in its fullest, Father. Thank you, Father, for your Holy Spirit that was there over here in our midst and enabling us and strengthening us once again, Lord. Lord, I pray that you're going to enable each one of them, whoever is hearing right now this video, Lord, I believe that the presence of the Lord is going to touch them, Lord. Lord, be with them, Lord. Lord, they're never alone, and I believe that you're going to be with them, Lord Jesus. Lord, they need you. They need your presence. They need you, Lord Jesus, moreover than anything else, Lord.
We submit them in the hands, Father. We submit the further worship also, everything, the preaching and everything in thy hands, Father. May your presence only be completely filled in their lives, Father, Lord Jesus. Touch everybody's life, Father. Bless them abundantly. Thank you, Lord. In Jesus' name we pray. Amen. Hallelujah. ഇതുവരെയുള്ള സമയങ്ങൾ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പാട്ടുകൾ പാടി ആരാധിപ്പാനും കർത്താവ് സഹായിച്ചല്ലോ. പ്രത്യേകമായി കൊയറിനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. और अब तक हम गाने गाकर उसकी स्तुति आराधना कर पाए और प्रभु को अपना धन्यवाद प्रकट कर पाए. आराधना में अगुवाई देने वाले क्वायर को धन्यवाद करते हैं. തുടർന്നുള്ള സമയങ്ങൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി അല്പസമയം വേർതിരിക്കുന്നു. और आगे का जो समय है हम प्रार्थना में बिताएंगे. ഈ ദിനങ്ങളൊക്കെ ഈ കർത്താവിൻ്റെ ആമേൻ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാനിടയായിക്കൊണ്ടിരിക്കുന്നു. और इन दिनों में प्रभु की उपस्थिति हम महसूस करते आ रहे हैं. ദൈവം നമ്മെ എത്രത്തോളം സഹായിച്ചല്ലോ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നൽകിയ എല്ലാ മറുപടികൾക്കുമായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം प्रभु ने കൊടുക്കാം. हमारी मदद की और हमारे प्रार्थना को उत्तर दिया. इसके लिए हम हाथ उठाकर उसको धन्यवाद करें. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ചില സമയങ്ങൾ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ ആമേൻ കൊണ്ടുവരാമല്ലോ. आगे का समय भी हम प्रार्थना में बिताए. हमारी जरूरतों को प्रार्थना और विनती के रूप में हम प्रस्तुत ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. इस आराधना में भाग लेने वाले सभी को यीशु के हाथ में समर्पित करें. ദൈവസഭയ്ക്കായി, ദൈവസഭയുടെ ആവശ്യങ്ങൾക്കായി, ദൈവജനത്തിനായി, അവരുടെ ആവശ്യങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. परमेश्वर की कलीसिया के लिए, परमेश्वर के लोगों के लिए, उनके जरूरतों के लिए हम प्रार्थना करें. നമ്മുടെ ദേശത്തിനായി, നമ്മുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കാം. ഈ വലിയ മഹാമാരിയിൽ നിന്ന് പൂർണ്ണമായ വിടുതലും മോചനവും ദൈവം നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हमारे जो देश है, हमारा जो राज्य है, उसके लिए हम प्रार्थना करें. ये जो बड़ी बीमारी है, इससे एक पूरे छुटकारा प्रकट होने के लिए हम विनती करें. ദൈവത്തിന്റെ സമാധാനം വേഗത്തിൽ നമ്മുടെ ദേശം അനുഭവിക്കട്ടെ. और प्रभु की चंगाई शीघ्र ही हमारा देश अनुभव करे. ദൈവത്തിന്റെ സൗഖ്യം വേഗത്തിൽ നമുക്ക് അനുഭവിപ്പാനിടയായി. और प्रभु की चंगाई शीघ्र ही हम अनुभव करें. അനേക പ്രിയപ്പെട്ടവർ ആമേൻ രോഗത്താൽ കഷ്ടപ്പെടുന്നു. അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. और कई लोग इस बीमारी से पीड़ित हैं, उनके चंगाई के लिए हम प्रार्थना करें. അനേകർ ആമേൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ കുടുംബങ്ങൾക്കായി, വേദനയിലായിരിക്കുന്നവർക്കായി നമുക്ക് कई പ്രാർത്ഥിക്കാം. लोग इस दुनिया से गुजर गए, उन परिवारों के लिए, उनके परिवारों के लिए हम प्रार्थना करें. അനേകരുടെ ആമേൻ തൊഴിൽ മേഖലകളിൽ അവരുടെ വരുമാന മാർഗങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു. അനേക കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ആമേൻ ഈ സാഹചര്യങ്ങൾ ദോഷമായി ബാധിക്കുന്നു. എല്ലാറ്റിൻ്റെ മേലും ദൈവത്തിൻ്റെ വലിയ കരം നീട്ടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. कई लोगों का कामकाज, उनका व्यवसाय बंद हो गया, उनका कमाई का जरिया जो है ठप हो गया. कई बच्चों की आगे की पढ़ाई की कुछ हालचाल नहीं. इन सभी विषयों के ऊपर हम प्रार्थना ഈ करें. സാഹചര്യങ്ങൾ ദൈവസഭയുടെ ശുദ്ധീകരണത്തിനും ദൈവസഭയുടെ വളർച്ചയ്ക്കും ആമേൻ ഒരു വലിയ ആത്മീയ ഉണർവിനും കാരണമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. और यही समय परमेश्वर की कलीसिया जो है आत्मिक रूप से जागृत होने के लिए और उसकी शुद्धता के लिए और उसकी बढ़ोतरी के लिए भी हम प्रार्थना करें. ആമേൻ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ചെയ്യിക്കയില്ല. और प्रभु यीशु ने कहा, मैं अपनी कलीसिया को बढ़ाऊंगा, पाताल के खंभे उसे जीतेंगे नहीं. ഒരു ഭാഗത്ത് പ്രതിസന്ധികൾ നമ്മുടെ ദേശമെമ്പാടും നിറഞ്ഞു നിൽക്കുമ്പോൾ, രാജ്യമെമ്പാടും നിറഞ്ഞു നിൽക്കുമ്പോൾ, भले एक तरफ से जो है बाधाएं और तकलीफें हमारे देश के खिलाफ है, ആമേൻ, മറുഭാഗത്ത് ദൈവസഭകളുടെ ഉണർവിനും വളർച്ചയ്ക്കും രാജ്യത്തിന്റെ ഉണർവിനും ഇത് കാരണമായി തീരട്ടെ. लेकिन दूसरी तरफ परमेश्वर की कलीसिया जागृत होने के लिए और देश की जागृति के लिए हम प्रार्थना करें. ദൈവജനം ശക്തരായി തീരുവാനിടയായി और തീരട്ടെ. परमेश्वर की प्रजा सामर्थी बने. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ദൈവസഭയും ദൈവഭൃത്യന്മാരും और ഒരുങ്ങുവാനിടയാകട്ടെ. अंतिम समय की सेवकाई के लिए परमेश्वर के दास और उसकी प्रजा जो है तैयार हो जाए. കർത്താവിന്റെ വരവിന് വേണ്ടി ജനം ഒരുങ്ങുവാൻ തയ്യാറാകുവാനിടയായി और തീരട്ടെ. प्रभु के आगमन के लिए उसकी प्रजा तैयार हो जाए. നമുക്കതിനായി പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കാം. इसके लिए प्रत्येक रूप से हम उसके लिए प्रार्थना करें. ഇന്ന് പകൽക്കാലം എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാം ചേർന്ന് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സന്നിധ ജോൺസൺ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. जब हम सब मिलकर इस विषय के लिए प्रार्थना करेंगे तो सिस्टर अनिता जॉनसन जो है आगे आकर इस विषय के लिए प्रार्थना में अगुवाई देंगे. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസനീയ ബലസമ്പന്നനായ കർത്താവേ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കർത്താവിനെ കടന്നു വരുവാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ആഴ്ചകാലം ദൈവമേ പട്ടണത്തിൽ ഞങ്ങളെ അത്ഭുതമായി ഞങ്ങളെ നടത്തി, ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ പരിപാലിച്ചു. ദൈവമേ അനർത്ഥങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് കർത്താവെ സ്തോത്രത്തിൻ്റെ കരങ്ങളിലൊക്കെ ഞങ്ങളെ വിടുവിച്ചു. കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കൊണ്ടുവന്ന നല്ല പാതകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. സഭയായി നിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായ വ്യക്തികളായ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. അമ്മ ജോലി കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അമ്മ രോഗികളായ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സൗഖ്യമാക്കുമാറാകണമേ. വിവിധ വിഷയങ്ങൾ ഭാരപ്പെടുന്നുണ്ടല്ലോ, സമിതിയെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് കർത്താവെ. എല്ലാവരെയും സമിതി ഞങ്ങൾ ഓർക്കുന്ന കർത്താവ്. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സൗര്യമാർക്കായി, പ്രിയപ്പെട്ടവർക്കായൊക്കെ സ്തോത്രം ചെയ്യുന്നു. കർത്താവരെ സഹായിക്കണം, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. വിദേശങ്ങളായിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ അവരെ ആയിരങ്ങൾ അവരെ സൂക്ഷിക്കണമേ, അവരെ ജോലിക്കാരൻ യാത്രയൊക്കെ നീ പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ബോംബെ പട്ടണത്തിനായി സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിക്കണമേ കർത്താവേ. മീരാറോഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവദേശത്തോട് കണ്ണ കാണിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഭാരത രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ സ്റ്റേറ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാർശ്വവ്യാധികളിലും പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും കർത്താവ് ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ രാജ്യത്തെ കർത്താവ് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകമെമ്പാടുമുള്ള കർത്താവേ ദൈവജനത്തിനായി സ്തോത്രം. വിധ രോഗങ്ങൾ പ്രയാസമുണ്ടല്ലോ, സമാധാനമില്ലാത്തതുണ്ടല്ലോ, പ്രതിസന്ധികളായിക്കുന്നുണ്ടല്ലോ കർത്താവ്. വേദന ദുഃഖങ്ങളും വേർപാടിൻ്റെ ഭാരങ്ങളിലും ഒക്കെ അയക്കുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റുപാടുണ്ട് കർത്താവരെല്ലാം ഈ സമയം ഞങ്ങൾ നീയോടെ ഓർക്കും. ദൈവ സമാധാനം സ്വസ്ഥതയും സന്തോഷവും ജനം അനുഭവിപ്പാൻ ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. പാർശ്വവ്യാധികളിൽ നിന്ന് കർത്താവേ സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ലോകരാജ്യങ്ങളെല്ലാം നീ വിടുവിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മെ അതിർത്തി ഞങ്ങളുടെ പ്രതിസന്ധികൾ കർത്താവ് വിടുവിക്കണമേ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് വേണ്ടി നേഴ്സുമാർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവമേ നിൻ്റെ കരം കാണുവാൻ സ്വർഗം സഹായിക്കണമേ. ഒരു ആശുപത്രി സഭയായി ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിവരെ അനുഗ്രഹിക്കണം. വിശേഷ ബുദ്ധി ഞാനും ദൈവമാരുടെ വർഷകാല ദിവ്യാസങ്ങൾ കർത്താവിൻ്റെ സഹായം അനുഭവിച്ചറിയുന്നവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രായത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ വിവിധ വിഷയത്തിൽ ഭാരപ്പെടുന്ന എല്ലാ ജനത്തെ ഒരു ആശ്വതിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്. ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ തിരുസാൻ ഞങ്ങൾ അനുഭവിച്ചറിയാൻ ദൈവശബ്ദം കേൾക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുന്ന ഫലങ്ങളായിരുന്നു കർത്താവ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ കർത്താവേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നിൻ്റെ കരം ഞങ്ങളെ സമനമായി സമർപ്പിക്കുന്ന കർത്താവ്. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം കർത്താവ്. ദൈവത്തിൻ്റെ വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതാനുഗ്രഹത്തിന് കാരണമാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിൻ്റെ കരം ഞങ്ങളെ സമർപ്പിക്കുന്നു, താഴ്ത്തിയേൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുനാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാനും കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और प्रभु के नाम से हम स्तुति आराधना कर पाए, प्रार्थना कर पाए. प्रभु परमेश्वर ने ये मौका दिया, इसके लिए हम धन्यवाद करें. വീണ്ടും പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. और प्रार्थना के साथ हम हमारा ध्यान परमेश्वर के वचन की ओर करते हैं. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. इसके लिए आज के हमारे मनन के लिए यूहन्ना का लिखा हुआ सुसमाचार अध्याय 9 उसके 1 से 7 तक वचन पढ़ेंगे. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 7 വരെ. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 9 വേഴ്സസ് 1 to 7. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിനേശു, അവൻ എങ്കിലും അവൻ്റെ അമ്മയപ്പന്മാർ എങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിന് അത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്ന് അർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. और वहाँ पर लिखा है, फिर जाते हुए उसने एक मनुष्य को देखा जो जन्म का अंधा था, और उसके चेलों ने उससे पूछा, हे रबी, किसने पाप किया था कि ये अंधा जन्मा, इस मनुष्य ने या उसके माता पिता ने? यीशु ने उत्तर दिया कि ना तो इसने पाप किया था ना इसके माता पिता ने, परंतु इसलिए हुआ कि परमेश्वर के काम उसमें प्रकट हो. जिसने मुझे भेजा है हमें उसके काम दिन ही दिन में करना अवश्य है. वह रात आने वाली है जिसमें कोई काम नहीं कर सकता. अब तक मैं जगत में हूँ, तब तक जगत की ज्योति हूँ. यह कहकर यीशु ने भूमि पर थूका और उस थूक से मिट्टी सानी, और वह मिट्टी उस अंधे की आंखों पर लगाकर उससे कहा, जा शिलोह के कुएं में धो ला. सो उसने जाकर धोया और देखते हुए लौट आया.
ഈ വായിക്കപ്പെട്ട വേദഭാഗത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इस पढ़े हुए वचन के लिए परमेश्वर को धन्यवाद करते हैं. കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്ന് ആണ് നമുക്കിവിടെ വായിച്ച് കേൾക്കുവാനിടയായത്. और प्रभु के सामूहिक सेवकायों में से किए हुए अद्भुत कार्यों में से एक है जो आज हमने यहाँ पर पढ़ा. ഈ ഭാഗത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ നിസ്സഹായതയിൽ വെളിപ്പെട്ട ദൈവശക്തി എന്ന് നമുക്ക് കൊടുക്കുവാൻ കഴിയും. इन जो पढ़े हुए वचन को अगर हमें एक टाइटल देना है, उसका टाइटल ये दे सकते हैं, निस्सहाय होने पर आने वाली एक अद्भुत शक्ति. കർത്താവായ യേശു തന്റെ ശുശ്രൂഷയിൽ അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. വിശേഷാൽ അനേക കുരുടന്മാർക്ക് കാഴ്ച നൽകിയിട്ടുണ്ട്. प्रभु ने अपनी सेवकाई में कई सारे अद्भुत कार्य किए. उसमें से प्रत्येक ये है, कई अंधों को जो है उनकी आंखों की रोशनी दी है. എന്നാൽ ഇവിടെ ജന്മന കുരുടനായ ഒരു മനുഷ്യന് കർത്താവ് കാഴ്ച നൽകുകയാണ്. लेकिन यहाँ पर अलग है, जन्म से अंधा होने वाले एक इंसान को प्रभु आंखों की रोशनी देता है. ഇവിടെ നാം വായിച്ച ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. और उसके शुरुआत में हम पढ़ते हैं कि जब जाते हुए उसने एक मनुष्य को देखा जो जन्म का अंधा था. ഇവിടെ അവൻ കടന്നു പോകുമ്പോൾ എവിടെയാണ് അവൻ ഏതുവഴിയാണ് കടന്നുപോയത്? അതിന്റെ പശ്ചാത്തലം അതിന്റെ മുൻപുള്ള വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കഴിയും. शुरुआत में कहा गया फिर जाते हुए, किधर जाते हुए, उसका कहां पर जा रहे थे, उसके पिछले वचनों में उसका उत्तर दिया गया है. 8-ാം അധ്യായത്തിന്റെ 59-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു, യേശുവോ മറഞ്ഞു, ദൈവാലയം വിട്ടുപോയി. और वहाँ पर उसके 8 के 51 में लिखा गया है कि उन्होंने उसको पत्थरवा करने के लिए पत्थर उठाए, लेकिन यीशु वहाँ से निकल गया. കർത്താവായ യേശുവിന്റെ ശുശ്രൂഷ കാലയളവിൽ പല സന്ദർഭങ്ങളിലും യേശുവിനെ എറിയുവാൻ ആമേൻ കല്ലെടുത്ത ജനത്തെ നമുക്ക് കാണുവാൻ കഴിയും. और यीशु की सेवकाई में कई बार ऐसे मौके आए जो लोगों ने पत्थर उठाया है. എവിടെയെല്ലാം കർത്താവായ യേശു ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം യാഥാസ്ഥിക യഹൂദന്മാർ, പരീശന്മാർ ആമേൻ യേശുവിനെ എറിയുവാൻ കല്ലെടുത്തിട്ടുണ്ട്. जहाँ कहीं भी प्रभु यीशु ने साबित करने की, बताने की कोशिश की है कि वो परमेश्वर के पुत्र है, वहाँ सब जगह यहूदी और फरीसियों ने उनको चुप कराने के लिए पत्थर उठाया. എവിടെയെല്ലാം അവൻ അവരുടെ തെറ്റുകളെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം യേശുവിനെ ആമേൻ നിന്ദിക്കുകയും അപവാദങ്ങൾ യേശുവിനെതിരായി പറയുകയും ചെയ്തിട്ടുണ്ട്. जहाँ कहीं भी यीशु ने कोशिश की है कि उनके गलतियों को उन्हें दिखाए, वहाँ सब उन्होंने यीशु को जो है नीचा दिखाया है, लज्जित करने की कोशिश की है. യേശുവിന്റെ ശുശ്രൂഷ കാലയളവ് കഠിനമായ കാലയളവുകളായിരുന്നു. यीशु की सेवकाई के समय बहुत ही मुश्किल समय था. അനേക എതിർപ്പുകളുടെ നടുവിലൂടെയാണ് അവൻ ആ ശുശ്രൂഷകൾ ചെയ്യുവാനിടയായത്. और बहुत ही कष्टों में और रोक टोक के बीच में उन्होंने अपनी सेवकाई को आगे അവനെ വിധിക്കുവാൻ, അവനെ കല്ലെറിയുവാൻ, അവനെ ആമേൻ ഇല്ലായ്മ ചെയ്യുവാൻ, കൊന്നുകളയുവാൻ പരിശ്രമിക്കുന്ന ജനത്തിന്റെ നടുവിലൂടെയാണ് യേശു തന്റെ ശുശ്രൂഷകൾ തികയ്ക്കുവാനിടയായത്. और उसको मारने के लिए, रोकने के लिए, टोकने के लिए एक ऐसे प्रजा के बीच में यीशु मसीह ने अपनी सेवकाई को की. ആമേൻ. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള പ്രതികൂല പരിസ്ഥിതിയിലും യേശു തന്റെ ശുശ്രൂഷ ആമേൻ പൂർണ്ണമായി തികച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. लेकिन हम वचनों से यही सीखते हैं, ऐसे बुरे हालात में भी, ऐसे बुरे रोक टोक में भी प्रभु ने अपनी सेवकाई को पूरी की है. ഒരിക്കലും അവന്റെ ദൗത്യത്തിൽ നിന്ന് അവൻ പിന്മാറുവാൻ തയ്യാറായില്ല. लेकिन प्रभु कभी अपने मकसद से पीछे नहीं हटा. അവൻ ഏത് ഉദ്ദേശത്തോടെയാണ്, ഏത് ദൗത്യത്തോടെയാണ് കടന്നു വന്നിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം അവനുണ്ടായിരുന്നതുകൊണ്ട്, और जो मकसद से वो आया है उसका पूरा ज्ञान और बोध यीशु को था. തന്റെ മുൻപിൽ വന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടും താൻ ആ ശുശ്രൂഷകൾ നിവർത്തിക്കുവാനിടയായി. इसके लिए कितने भी भले, कितने भी बाधाएं आए, उन सबको जीत कर प्रभु ने अपने मकसद को पूरा किया. യോഹന്നാന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, പിന്നെയും അവർ അവനെ എറിയുവാൻ കല്ലെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. आगे भी यूहन्ना का सुसमाचार उसके अध्याय 10 और उसके 31 में देख सकते हैं कि यहूदियों ने उसे पत्थरवा करने को फिर से पत्थर उठाया. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 30-ാം വാക്യം നാം പഠിക്കുമ്പോൾ അവനെ മലമുകളിൽ കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ പരിശ്രമിച്ചു എന്ന് കാണുവാൻ കഴിയും. और उसके पहले लूका का सुसमाचार अध्याय 4 उसके 30 में यह लिखा है कि वह उसे उन्हें एक पहाड़ के ऊपर लेके गया कि वहां से उसे फेंक दे. എന്നാൽ യേശു അവരുടെ നടുവിലൂടെ കടന്നു പോകുവാനിടയായി. लेकिन यीशु उनके बीच में से निकल गया. ഹല്ലേലൂയ. തന്റെ മുൻപിൽ വന്ന പ്രതിസന്ധികളെ കണ്ടവൻ തന്റെ ശുശ്രൂഷ അവസാന ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയല്ല ചെയ്തത്, മറിച്ച് ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ആ പ്രതിസന്ധികളുടെ നടുവിലൂടെ യേശു മുന്നേറുവാനിടയായി. अपने सेवकाई में आने वाले मुश्किलों को देखकर यीशु पीछे नहीं हटा, लेकिन उन मुश्किलों के बीच में से गुजरकर अपनी सेवकाई पूरी की. കർത്താവിന്റെ ശിഷ്യന്മാർ, തിരുവചനത്തിൽ അപ്പോസ്തലന്മാർ
ശിഷ്യന്മാരുടെ ഒക്കെ ശുശ്രൂഷ നാം പരിശോധിക്കുമ്പോൾ അവരെല്ലാം പ്രതിസന്ധികളുടെ നടുവിലൂടെ അവരുടെ വേല തികച്ചവരായിട്ടാണ് നമുക്ക് കാണുവാൻ. प्रभु यीशु को देख लो, उनके चेलों को देख लो, उन सभी के सेवकाई में भी परेशानियां और मुश्किलें आने पर भी वो छोड़कर नहीं गए, लेकिन उसके बीच में भी उन्होंने अपनी सेवकाई को पूरा किया. വിശേഷാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ और प्रेरित पौलुस के जीवन को जब हम पढ़ते हैं, ഇത്രയേറെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ ഒരു ആമേൻ സുവിശേഷകനും ഉണ്ടായിരുന്നില്ല. इतने सारे मुश्किलों और परेशानियों में से गुजरने वाला और कोई सुसमाचारक അവൻ नहीं है. കല്ലെറിയപ്പെട്ടിട്ടുണ്ട്, और उन्होंने उनके ऊपर पत्थरवा हुआ അവൻ था, പല പ്രാവശ്യം അടിയേറ്റിട്ടുണ്ട്, कई बार मार खाए അവൻ ആപത്തുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്, और कई सारे दुर्घटनाओं से गुजरे, കപ്പൽ ഛേദത്തിൽ അവൻ അകപ്പെട്ടിട്ടുണ്ട്, और उनका जो जहाज है वो അവൻ सागर അനേക में डूब गया, സന്ദർഭങ്ങൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, और कई जगहों पर उन्हें लज्जित होना पड़ा പട്ടിണി കിടക്കേണ്ടി और വന്നിട്ടുണ്ട്, भूखा सोना पड़ा, ദാഹിച്ചും വിശന്നും നടക്കേണ്ടി വന്നിട്ടുണ്ട്. और प्यास और भूख के कारण जो അവൻ है हालत बुरा हुआ, എല്ലാവരും തള്ളിക്കളയുകയും വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെയും അവൻ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. और सभी जनों के द्वारा ठुकराया गया है, ऐसे बुरे हालातों से गुजरना पड़ा. ആമേൻ. നദിയിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ളന്മാരോടുള്ള ആപത്ത്, കള്ള സഹോദരന്മാരായുള്ള എതിർപ്പുകൾ, ഇതൊക്കെയും ആമേൻ പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. और नदी में बुरा समय, जमीन पर भी बुरा समय, और चोरों का जो है धाबा होना, और अपने खुद के भाइयों के द्वारा भी जो है परेशानी आना, ये सबसे गुजरे. ഒരിക്കൽ അവനെ കല്ലെറിഞ്ഞ് ആമേൻ അവൻ മരിച്ചു എന്നുള്ള നിലയിൽ പോലും വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ആളുകൾ കടന്നു പോകുവാനിടയായി. और एक समय ऐसा आया कि उनके ऊपर पत्थरवा हुआ और लोगों को लगा वो मर गया, और उसको रास्ते में ही छोड़कर लोग चले गए. ഇത്രയേറെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നുപോയിട്ടും और इतने बुरे हालात से गुजरने के बाद भी പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. और उसके बीच में भी प्रेरित पौलुस यही कहता है कि जो सेवकाई प्रभु ने मुझे सौंपी है, बस मुझे उसे पूरा करना है. കഷ്ടങ്ങളും സങ്കടങ്ങളും എന്നെ കാത്തിരിക്കുന്നു, और भले कष्ट और दुख मेरे लिए रखा गया है, പ്രതികൂലങ്ങൾ എന്നെ और കാത്തിരിക്കുന്നു. मुश्किलें शायद से आगे मेरे जीवन में है, ആമേൻ. മരണത്താഴ്വര വരെയും ഞാൻ ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ और ഉണ്ടായേക്കാം. हो सकता है कि मुझे मृत्यु की घाटी उतरना पड़े, എന്റെ ജീവനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. क्योंकि और इसके बीच में भी मैं अपने जीवन को कीमती नहीं समझता. യേശു തന്ന ശുശ്രൂഷ എനിക്ക് തികയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. और जो सेवकाई प्रभु ने मुझे सौंपी है, बस उसे पूरा करना ഇന്ന് है. പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന പ്രിയരെ, ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, ദൗത്യങ്ങളെ കുറിച്ച് ആമേൻ വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയുമുള്ളവരായിരിക്കണം ദൈവമക്കൾ. और प्रभु ने जो हमें जिम्मेदारी और मकसद दी है, उसके बारे में अच्छा ज्ञान और बोध हमें होना चाहिए. എങ്കിൽ മാത്രമേ അതിനുവേണ്ടി വില കൊടുക്കുവാൻ നമുക്ക് अगर കഴിയുകയുള്ളൂ. उसका ज्ञान हो तो ही उसके लिए हम कीमत चुकाने के लिए भी तैयार होंगे. നോക്കണമേ, യേശു തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് അവൻ മുൻപോട്ട് കടന്നു अपने പോകുകയാണ്. मकसद को पूरा करने के लिए प्रभु अपनी मुश्किलों को ना ध्यान दिए हुए आगे बढ़ता है. ആ യാത്രയിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ അവൻ കാണുകയാണ്. और उस सफर में एक ऐसे इंसान से भेंट होती है जो बचपन से ही अंधा है. നോക്കണമേ, ഈ മനുഷ്യന്റെ പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയും. കുരുടനായി ഒരുവൻ പിറക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അംഗവൈകല്യമുള്ളവനായി ഒരുവൻ പിറക്കുക എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ജനത്തിൻ്റെ വിശ്വാസം, വിശേഷാൽ യഹൂദന്മാരുടെ വിശ്വാസം, ആ മനുഷ്യൻ്റെ പൂർവികന്മാർ ആരോ പാപം ചെയ്തു, അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ പാപം ചെയ്തു, ഒന്നുമല്ലെങ്കിൽ അവൻ അമ്മയുടെ ഗർഭത്തിൽ പാപം ചെയ്തു, അതിൻ്റെ കാരണത്തിലാണ് ഇവൻ അംഗവൈകല്യമുള്ളവനായി പിറക്കുവാൻ കാരണമാകുന്നത്. अगर कोई बच्चा जन्म से ही अंधा या अपंग पैदा होता है, तो उस समय के यहूदी ऐसा सोचते थे कि शायद इस बच्चे के पूर्व पिताओं ने पाप किया है, नहीं तो उसके माँ बाप ने पाप किया है, नहीं तो इस बच्चा जब उसके माँ के कोख में था तब उसने पाप किया. നോക്കണമേ, ഈ നിലകളിൽ വിധി എഴുതപ്പെട്ടതായൊരു മനുഷ്യൻ, और एक ऐसा मनुष्य जो इस तरह दूसरे लोगों के द्वारा फैसला सुनाया हुआ इंसान, നാളുകളായിട്ട് ജനത്തിന്റെ മുൻപിൽ നിന്ന വഹിക്കുന്നതായൊരു മനുഷ്യൻ, और सालों से लोगों की लज्जा पाने वाला इंसान, ആമേൻ, നിരപരാധിയായി അല്ലെങ്കിൽ നിരപവാദിയായി അല്ലെങ്കിൽ അവൻ ആമേൻ പാപിയായി, ആമേൻ ദുഷ്പ്രവൃത്തിക്കാരന്റെ തലമുറയായി സന്തതിയായി ഒക്കെ എണ്ണപ്പെട്ടതായൊരു മനുഷ്യൻ. एक ऐसा इंसान कि पापियों में गिना गया या पाप करने वाले पूर्वजों का संतान के रूप में गिना गया. നിസ്സഹായനായൊരു മനുഷ്യൻ, एक ऐसा मनुष्य जिसकी सहायता के लिए कोई नहीं है. ആരുടെയും കണ്ണിൽ ദയ തോന്നാതെ വണ്ണം ആമേൻ നിരാശനായൊരു മനുഷ്യൻ. और एक ऐसा मनुष्य जो कोई भी उसे देखे कोई दया नहीं करता. എല്ലാവരും അവനെതിരായി വിരൽ बस ചൂണ്ടുകയാണ്. सभी जन उसके ऊपर उंगली उठाते हैं. ഇവനിങ്ങനെ സംഭവിച്ചത് ഇവന്റെ പാപനിമിത്തമാണ്. इसके ऊपर ये आया क्योंकि इसने पाप किया है. ഇവനിങ്ങനെ സംഭവിച്ചത് എന്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമാണ്. इसकी ये हालत इसके माँ बाप के पाप के वजह से है. ഇവനിങ്ങനെ സംഭവിച്ചത് ഇവന്റെ പൂർവികന്മാരുടെ പാപനിമിത്തമാണ്. इसके हालत का कारण इसके पूर्व पिताओं का पाप है. അവനെയും അവന്റെ മാതാപിതാക്കളെയും അവന്റെ പൂർവികരെയും ആമേൻ കുറ്റം വിധിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ വേദനയോട് നിസ്സഹായനായി കഴിയുന്ന കുരുടനായൊരു മനുഷ്യൻ. और उसको और उसके पूर्वजों पर उंगली उठाने वाले समाज के बीच में निस्सहाय रहने वाला एक मनुष्य. എന്നാൽ യേശു അവനെ കണ്ടിട്ട്
ചോദിച്ച ശിഷ്യന്മാരോട് തിരിച്ചു മറുപടി പറയുകയാണ്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ഇങ്ങനെ സംഭവിച്ചത് എന്ന് യേശു പറയുകയാണ്. और इसी तरह उंगली उठाने वाले 6 प्रेरितों को भी प्रभु यीशु उत्तर देता है, ना ही इसके माँ बाप के पाप की वजह से, लेकिन परमेश्वर का कार्य इसमें प्रकट हो इसलिए. ഇവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഇങ്ങനെ സംഭവിക്കുവാനിടയായി. और परमेश्वर का काम उसमें प्रकट हो इसके लिए ऐसा हुआ है. ഹല്ലേലൂയ. കർത്താവായ യേശു പറയുവാനിടയായി തീർന്നു, his blindness was in the plan of God, so the work of God should be revealed in him. और इसकी जो अंधता है वो परमेश्वर के उद्देश्य में था, क्योंकि परमेश्वर का काम इसके जीवन में प्रकट हो. ഇവൻ അന്ധനായി പിറന്നത് അവന്റെ ഏതെങ്കിലും കാരണത്താലല്ല. और ये जो अंधा जन्मा है इसकी कोई गलती नहीं है, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതായി. लेकिन परमेश्वर के मकसद में से जुड़ा हुआ है. ഹല്ലേലൂയ. മാത്രമല്ല അത് അവൻ എന്തുകൊണ്ട് ദൈവത്തിന്റെ ആമേൻ പ്രവൃത്തി അവനിൽ വെളിപ്പെടുവാനുള്ളത് കൊണ്ട്. और ये क्यों? क्योंकि परमेश्वर का कार्य इस अंधे के जीवन में प्रकट हो. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ പല പരിമിതികളെ, പരാധീനതകളെ, പരാജയങ്ങളെ കണ്ടുകൊണ്ട് ലോകം പലതും വിധി എഴുതിയേക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് യേശു വിളിച്ചു പറയുന്നു, ചില പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ചില രോഗങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ചില നിസ്സഹായമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് വിളിച്ചു പറയുന്നു, ഇത് നിന്നെ തകർക്കുവാനല്ല, നിന്റെ കാരണത്താലല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ്. जब हमारे हालातों को देखकर भी, जब दुनिया हमारे पर उंगली उठाती है, हम जब कई परेशानियों से या बुरे समय से या कोई बीमारी से हम गुजरते हैं, तो हमें यह समझना है कि यह हमारी गलती की वजह से नहीं, लेकिन परमेश्वर इसके बारे में पूरा ज्ञान रखता है. എല്ലാ രോഗങ്ങളും ആമേൻ പാപത്തിന്റെ കാരണത്താലല്ല. हर एक बीमारी हमारे पापों की वजह से नहीं എന്നാൽ आती, പാപ കാരണത്താൽ ഉണ്ടായ രോഗങ്ങളെ കുറിച്ചും തിരുവചനത്തിൽ പറയുന്നു. लेकिन हमारे पाप के कारण होने वाले बीमारी के बारे में भी वचन समझाता है. അവരോട് കർത്താവ് പറയുന്നുണ്ട്, അവരെ സൗഖ്യമാക്കിയിട്ട് പറയുന്നുണ്ട്, ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത്. और कुछ जगहों पर प्रभु चंगाई देकर यह भी कहता है कि आगे तुझ पे ऊपर कुछ बढ़ाना है, इसके लिए आगे पाप ना करना. എന്നാൽ ഇവിടെ ഈ മനുഷ്യന്റെ വിഷയത്തിൽ लेकिन इस इंसान के विषय में യേശു പറയുന്നു, यीशु कहता है ദൈവത്തിന്റെ പ്രവൃത്തി അവങ്കൽ വെളിപ്പെടുവാനത്രേ. और परमेश्वर का कार्य उसमें प्रकट हो इसलिए. നോക്കണമേ, കർത്താവായ യേശു ഈ അവസരത്തെ തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഒരു ചാൻസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. और ये मौके को प्रभु जो है अपने कार्य को अपनी सेवकाई करने के लिए उपयोग करता है. കർത്താവ് ഈ കുരുടനായ മനുഷ്യനെ ഒരവസരമായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള, ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഒരവസരമായി മാറ്റുകയാണ് ചെയ്തത്. और इस मौके को, इस अंधे इंसान को, जीवन को जो है परमेश्वर की महिमा का एक मौके के रूप में देखता है. മാത്രമല്ല കർത്താവായ യേശു കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ ആമേൻ അവന്റെ ദൗത്യത്തെ കുറിച്ച് അവൻ ഓർക്കുവാൻ തക്കവണ്ണം ഇടയായി. प्रभु यीशु ने जब इस अंधे इंसान को देखा तो अपने मकसद के बारे में उन्होंने सोचा. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം നാം പഠിക്കുമ്പോൾ यशायाह की लिखी हुई भविष्यवाणी अध्याय 61, അവിടെ തന്റെ ദൗത്യത്തെക്കുറിച്ച് ഇങ്ങനെ 1-2 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. और उसके 1 और 2 में यीशु के मकसद के बारे में लिखा गया है. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട്, യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും ആമേൻ സിയോൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. वहाँ पे लिखा है, प्रभु यहोवा की आत्मा मुझ पर है, क्योंकि यहोवा ने सुसमाचार सुनाने के लिए मेरा अभिषेक किया है, और मुझे इसलिए भेजा है कि खेदित मन के लोगों को शांति दूं, कि बंधुओं के लिए स्वतंत्रता की और कैदियों के लिए छुटकारे का प्रचार करो, कि यहोवा को प्रसन्न रहने की वर्ष का और हमारे परमेश्वर के पलटा लेने के दिन का प्रचार करो, कि सब विलाप करने वालों को शांति दूं. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ അതിന്റെ ഉദ്ധരണി ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവെന്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. लूका का सुसमाचार उसका अध्याय 4 उसके 18 और 19 में लिखा है कि प्रभु की आत्मा मुझ पर है, इसलिए कि उसने कंगालों को सुसमाचार सुनाने के लिए मेरा अभिषेक किया है, और मुझे इसलिए भेजा है कि बंधुओं को छुटकारे और अंधों को दृष्टि पाने के सुसमाचार प्रचार करूं, और कुचले हुओं को छुड़ाऊं,
और प्रभु के प्रसन्न रहने की वर्ष का प्रचार करूं। നോക്കണമേ, ഈ കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ കർത്താവായ യേശുവിന്റെ ഉള്ളിൽ തന്റെ ദൗത്യത്തെ കുറിച്ചുള്ളതായ ചിന്ത ഉണരുവാൻ തക്കവണ്ണമിടയായി. और इस अंधे मनुष्य को देखकर प्रभु के मन में अपने मकसद के बारे में उन्हें सोचा। കുരുടന്മാർക്ക് കാഴ്ച നൽകുവാൻ വേണ്ടിയാണ് എന്നെ അയച്ചത്. और अंधों को छुटकारे के लिए, चंगाई देने के लिए വിടുവിക്കുവാൻ വേണ്ടിയാണ് എന്നെ और അയച്ചത്. जो बंधुए हैं उनको छुड़ाने के लिए, ഹല്ലേലൂയ. ചെകിടന്മാർക്ക് കേൾവി നൽകുവാൻ വേണ്ടിയാണ് എന്നെ जो അയച്ചത്. बहरे हैं उनको सुनाई दिलाने के लिए, ആമേൻ. പിശാചിന്റെ തടവറയിൽ കഴിയുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എന്നെ जो അയച്ചത്. शैतान के गुलाम है, बंदी है, उनको बाहर लाने के लिए, ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് എന്നെ और അയച്ചത്. परमेश्वर के प्रसन्न वर्ष का जो है प्रचार करने के लिए। ഹല്ലേലൂയ. ആമേൻ. ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗിയായ മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ഉള്ളിലുള്ള ദൗത്യ നിർവഹണത്തിന്റെ ചിന്ത ഉണരുവാൻ തക്കവണ്ണമിടയായി. जब इस संदेह को देखा, परमेश्वर के यीशु मसीह के मकसद का जो है एक इच्छा उनके मन में पूरी हुई। ഹല്ലേലൂയ. हालेलुया। പ്രിയരെ, സാഹചര്യങ്ങളെ നാം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? हमारे हालातों को हम किस तरह देखते हैं? ആമേൻ. സാഹചര്യങ്ങൾ കാണുമ്പോൾ അവസരങ്ങളെ നാം ഉപയോഗിക്കാൻ തയ്യാറാകാറുണ്ടോ? और जब हमारे हालातों को देखकर उसका फायदा उठाने की कोशिश करते ഇവിടെ हैं क्या? കർത്താവ് സാഹചര്യങ്ങളെ കണ്ടിട്ട് അവസരമായി മാറ്റിക്കൊണ്ട് തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി താൻ തിരിയുവാൻ और തക്കവണ്ണമിടയായി. यहाँ पे इस हालत को देखकर एक मौके के रूप में प्रभु उसे देखता है। അടുത്തതായി നാം വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ ഈ കർത്താവിനെ ഈ മനുഷ്യനുമായി ഇടപെടുവാൻ പ്രേരിപ്പിച്ചത് തൻ്റെ കരുണയുടെ ഒരു പ്രദർശനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. और आगे भी इस इंसान के साथ जो है प्रभु की भेंट कराने के लिए उनकी करुणा यहाँ पर दिखाती है हमें। കർത്താവായ യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞവനായ കർത്താവാണ്. और प्रभु एक ऐसा प्रभु है जो प्रजा को देखकर उनके ऊपर दया दिखाता है। കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അനേക ജനത്തെ കണ്ടിട്ട് ഇടയനില്ലാത്ത ആടുകളെ പോലെ വലയുന്നതായിട്ട് അവൻ മനസ്സിലാക്കുവാനിടയായി. और प्रभु यीशु बड़ी प्रजा को देखकर उनको बारे में कहता है कि ये एक ऐसी भेड़ है जिसका कोई चरवाहा नहीं है। തൻ്റെ അരികിൽ വന്ന ജനത്തിനു വേണ്ടി ആമേൻ അവരുടെ നിസ്സഹായതയിൽ സഹായിപ്പാൻ യേശു തയ്യാറാകുവാനിടയായി. और अपने पास आने वाली प्रजा की निस्सहायता देखकर प्रभु उनकी मदद करता है। പാപികളുടെ ആത്മാവിന്റെ വില മനസ്സിലാക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നവനായ കർത്താവ്. और पापियों की आत्मा का कीमत जानकर उनके ऊपर दया और करुणा दिखाने वाला प्रभु। നമ്മൾ നോക്കിയ ഈ കുരുടനായ മനുഷ്യൻ ഒരിക്കൽ പോലും യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷെ യേശു അവനെ കാണുവാനിടയായി. इस अंधे ने तो कभी यीशु को देखा नहीं, लेकिन यीशु ने इसे देखा। ഹല്ലേലൂയ. അവൻ്റെ ചുറ്റുമുള്ള ആളുകൾ അവനെ നിന്ദിക്കുകയും അവൻ്റെ നിസ്സഹായതയിൽ അവനോട് കരുണ കാണിപ്പാൻ മനസ്സില്ലാത്തവരായും ഇരിക്കുമ്പോൾ, जब उसके आजू बाजू होने वाले, अंधे के आजू बाजू होने वाले लोग जब उसकी मदद नहीं करते और ना ही उसके ऊपर कोई करुणा दिखाते हैं, അവനെ സഹായിക്കുന്നതിന് പകരമായി അവനെ നിന്ദിക്കുകയും അവനെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ, और उसकी मदद करने के बजाय उसकी लज्जा और उसको तिरस्कार करते हैं, അവന്റെ പ്രിയപ്പെട്ടവർക്ക് പോലും അവനോട് കരുണ കാണിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, और उसके प्रियजन भी जब उसकी ओर करुणा नहीं दिखा पाते, ഇവിടെ യേശു അവനോട് കരുണ കാണിപ്പാൻ यहाँ पर यीशु उनके ऊपर करुणा दिखाता है। ഹല്ലേലൂയ. ഒരിക്കൽ പോലും ഈ കുരുടനായ മനുഷ്യൻ യേശുവിനെ കണ്ടിരുന്നില്ലെങ്കിലും യേശു ആ കുരുടനായ മനുഷ്യനെ കാണുവാനിടയായി. भले इस अंधे ने कभी यीशु को ना देखा हो, लेकिन इस यीशु ने इस अंधे को देखा। ഇന്ന് പകൽക്കാലം പ്രിയരെ, ഒരുപക്ഷെ ആമേൻ നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നാം ആരെയും കണ്ടെന്ന് വരികയില്ല, പക്ഷെ നമ്മെ കാണുന്ന ഒരു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. और भले ही हमारे हालात में हमें कोई ना पहचानता हो, कोई समझता ना हो, कोई जानता ना हो, लेकिन यीशु हमारे हालातों को अच्छी तरह जानता है। ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ ആ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ അതിൻ്റെ 13-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയ ഹാഗാർ പറയുന്ന ഒരു പ്രസ്താവന നമുക്ക് കാണുവാൻ കഴിയും. उत्पत्ति का पुस्तक उसका अध्याय 16 उसके 13 में हागार जो कहती है, वहां पर हम जरा ध्यान दें। ഇങ്ങനെയാണ് അവൾ പറഞ്ഞത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. और जो मुझे देखता है उसको मैं यहाँ पर देख पाती हूँ। ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ കിണറിന് ബേർ ലഹൈ റോയി എന്ന് പേർ ഇടുവാനിടയായി. और प्रभु तू मुझे देखता है, ये ज्ञान के साथ उसने उस कुएं का नाम बैर लहर रोही करके नाम रखा। ആമേൻ. നോക്കണമേ, ഹാഗാർ അബ്രഹാമിൻ്റെ ഭവനത്തിൽ സാറയുടെ ദാസിയായി വളരെ നല്ല നിലയിൽ അവിടെ പാർക്കുകയായിരുന്നു. और हागार अब्राहम के भवन में उसके पत्नी की दासी बनकर, सारा की दासी बनकर वहां पर जी रही थी अच्छे से। എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഭവനം വിട്ട് അവൾ പുറത്തു പോകുവാൻ, लेकिन कुछ कारणों की वजह से उसे उस भवन छोड़कर जाना पड़ा। ഭവനത്തിൽ
അവൾക്ക് നേരിട്ടതായ ബുദ്ധിമുട്ടുകൾ അവളെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാനിടയായി. और उस घर में जो परेशानी उसको झेलने पड़ी उसके वजह से उसे बाहर जाना पड़ा. അടുത്ത ചുവട് എവിടെ വെക്കുമെന്ന് അവൾക്ക് അറിയുകയില്ല. अगला कदम उसका कहां पर होगा उसे नहीं എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അവൾക്ക് आगे അറിയുകയില്ല. क्या करना है वो भी नहीं पता. യജമാനന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ കഴിയുകയില്ല. और अपने मालिक के घर में वो अब लौट भी नहीं सकती. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ആമേൻ കൈപ്പേറിയ വേദനയേറിയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിയതായ हागार और इतने कठिन और कठोर होने वाले और कड़वाहट से भरे हुए जीवन के माहौल में अब वो आ पहुंची है. ഒരു നീരുറവയുടെ അരികിലിരിക്കുമ്പോൾ ഇതാ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് അവളെ കാണുവാനിടയായി. और ऐसे ही जब वो एक पानी के स्रोत के बाजू में बैठी थी तब स्वर्गीय परमेश्वर की नजर उस पर पड़ी. ദൈവം അവളോട് സംസാരിക്കുവാൻ തുടങ്ങി. और परमेश्वर उससे बातचीत करने ഹാഗാറേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ए हागार, तू यहाँ पर क्या कर रही है? വേഗത്തിൽ നീ മടങ്ങി പോവുക. तू जल्दी लौट जा. നിന്റെ യജമാനന്റെ ഭവനത്തിൽ അടങ്ങി പാർക്കുക. तेरे मालिक के भवन में तो शांति के साथ रहे. ഉടനെ അവൾ വിളിച്ചു പറഞ്ഞതാണ്, ഹാമൻ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. और इसके लिए उसने कहा, जो मुझे देखता है उसे मैं यहाँ पर देख पा रही हूँ. ദൈവമേ, ഞാൻ നിന്നെ കണ്ടിരുന്നില്ല, हे परमेश्वर, मैंने तो तुझे नहीं देखा, പക്ഷെ നീ എന്നെ കണ്ടുവല്ലോ. लेकिन तू मुझे देखा. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയേറിയ ഒറ്റപ്പെട്ട ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മെ കാണുന്നവർ ആരുമില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. നാം ഒരുപക്ഷെ നമ്മെ സഹായിപ്പാൻ ആരെയും കണ്ടു എന്ന് വരികയില്ല. എന്നാൽ എൻ്റെ യേശു കർത്താവ് തക്ക സമയത്ത് നമ്മെ കാണുകയും സഹായിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണ്. हो सकता है हमारे बुरे हालात में कोई हमें जाने नहीं, हमें समझे नहीं, लेकिन हमारे हालतों को जानकर हमें समझाने वाला, चलाने वाला और बताने वाला एक परमेश्वर है. വീണ്ടും 21-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഇതേ ഹാഗാറിനെ ചില നാളുകൾ കഴിയുമ്പോൾ അബ്രഹാം എന്ന യജമാനൻ തൻ്റെ ഭവനത്തിൽ നമ്മളെ പുറത്താക്കുവാനിടയായി തീർന്നു. और हम आगे उत्पत्ति का पुस्तक अध्याय 21 उसके 8 में देख सकते हैं कि इसी हागार को उसका मालिक होने वाला इब्राहिम कुछ समय बाद उसे निकाल देता है. ഒരു തുരുത്തി വെള്ളവും ചില അടയുമായിട്ട് ആമേൻ തൻ്റെ മകനായ ഇശ്മായേലുമായി തൻ്റെ യജമാനന്റെ ഭവനത്തിൽ നിന്ന് ഹാഗാർ പുറത്തുപോയി. एक बर्तन पानी और कुछ रोटी उसके साथ और अपने बेटे को लेकर अपने मालिक के भवन से वो निकल पड़ती है. ആമേൻ. അവൾ കൊണ്ടുവന്നതായ വെള്ളം ആമേൻ തീരുവാനിടയായി ഒഴിഞ്ഞ തുരുത്തിയും ശൂന്യമായ അപ്പക്കൊട്ടയും ആമേമായിട്ട് ബേർശേബ മരുഭൂമിയിൽ ആമേൻ ഹാഗാർ ഉഴന്ന് നടക്കുവാനിടയായി. पानी का बर्तन खाली हो गया, रोटी खत्म हो गया और अब अपने बेटे के साथ प्यासे होकर उस बेर्शेबा रेगिस्तान में फंसे हुए. തന്റെ മകൻ മരിക്കും എന്നുള്ളൊരു സ്റ്റേജിലേക്ക് और एक എത്തുവാനിടയായി. ऐसा माहौल आया कि उसका बेटा मरने के कगार पर था. യജമാനൻ കൊടുത്തുവിട്ടതായ അപ്പവും വെള്ളവും തീരുവാനിടയായി. मालिक का दिया हुआ रोटी पानी सब खत्म हो गया എന്ത് ചെയ്യും എന്ന് യാതൊരു അറിവുമില്ലാത്തതായ और ഒരു उसे പ്രത്യേക कुछ पता नहीं कि आगे क्या होगा. ഹല്ലേലൂയ. ആരവളെ കൈക്കൊള്ളുമെന്ന് അവൾക്ക് അറിയുകയില്ല. उसे पता नहीं कि कौन उसका हाथ ഈ थामेगा. മരുഭൂമിയിൽ ഞാനും എൻ്റെ മകനും മരിക്കുമെന്ന് അവൾ ഉറപ്പിക്കുവാനിടയായി. और उसे तय कर लिया कि बस इसी रेगिस्तान में मेरा और मेरा बेटा मर ഹാമേൻ जाएगा. ഒരു കുറുങ്കാട്ടിൽ മകനെ ഇട്ട ശേഷം അമ്പിൻപാട് ദൂരത്ത് മാറിയിരുന്നു കൊണ്ട് അവൾ വിതുമ്പുകയാണ്, നിലവിളിക്കുകയാണ്. और एक झाड़ी के नीचे अपने बेटे को सुलाकर कुछ दूर जाकर वो रोने लग गई. അവളുടെ നിലവിളി കേൾക്കുവാൻ ആ മരുഭൂമിയിൽ ആരുമില്ല. और उस रेगिस्तान में तो वीरान था, कोई नहीं था उसकी അവളുടെ आवाज सुनने के കണ്ണുനീർ लिए. കാണുവാൻ ഒപ്പുവാൻ ആ മരുഭൂമിയിൽ ആരുമില്ല. उसके आंसू पोंछने के लिए कोई नहीं था उसके पास. ജീവിതത്തിൽ ഏറ്റവും പരിതാപകരമായ നിസ്സഹായമായ ഒരവസ്ഥയിൽ എത്തിയ ഹാഗാർ. और एक ऐसे जीवन के माहौल में पहुंची कि उसकी मदद के लिए कोई ना हो. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ആ പ്രതിസന്ധിയുടെ നടുവിൽ അവളെ കാണുവാനിടയായി. लेकिन उसके बीच में भी स्वर्गीय परमेश्वर ने उसे देखा അത് മാത്രമല്ല, അവളുടെ കണ്ണ് തുറക്കുവാനിടയായി. और उसकी आंखें खोली. അവൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന കരുതലിന്റെ ആമേൻ നീരുറവ അവളുടെ ദൃഷ്ടിയിൽ और പെടുവാനിടയായി. उसके लिए जो तैयारी प्रभु ने की थी वो स्रोता प्रभु ने उसकी आंखों के सामने खोला. ഹല്ലേലൂയ. ഒരുപക്ഷെ എല്ലാ സ്രോതസ്സുകളും എല്ലാ ആമേൻ ഉറവകളും അടഞ്ഞു എന്ന് നിനക്ക് തോന്നിയേക്കാം. हमें शायद से लगता होगा अरे सब खत्म हो गया, अभी कुछ भी नहीं है मदद के കരുണ लिए. കൂടാതെ യജമാനൻ ഇറക്കി വിട്ടു എന്ന് വന്നേക്കാം. और हो सकता है मालिक भी बिना करुणा के हमें बाहर फेंक दे. ചേർത്തുകൊള്ളേണ്ടവർ പലരും നിന്ദിച്ച് തള്ളി എന്ന് വന്നേക്കാം. और जो साथ में हमें रखना चाहिए शायद से वो ही हमें ठुकरा दे. സഹായിപ്പാൻ കരം നീട്ടേണ്ടവർ പലരും കരം പിൻവലിച്ചു എന്ന് വന്നേക്കാം.
और जो जिनको हाथ बढ़ाकर थामना चाहिए था शायद से वही अपना हाथ पीछे कर നമ്മുടെ ले। ജീവിതം മരുഭൂമിയുടെ അനുഭവം പോലെ ആയേക്കാം. और हमारे जीवन के माहौल रेगिस्तान की तरह എന്നാൽ ഇന്ന് गर्माहट से പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ പറയട്ടെ, നമുക്ക് വേണ്ടി നീരുറവയെ തുറക്കുവാൻ, നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ, ആ മരുഭൂമിയിലും ദൈവശബ്ദം കേൾപ്പിക്കുവാൻ, ആ മരുഭൂമിയിലും നമ്മോട് സംസാരിപ്പാൻ, നമ്മെ കാണുവാൻ, നമ്മെ ഉള്ളതുപോലെ അറിയുവാൻ കഴിയുന്ന ഒരു വിശ്വസ്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ്റെ നാമത്തിന് നമുക്ക് സ്തോത്രം ചെയ്യുവാനിടയാകും. लेकिन इस रेगिस्तान में भी हमें जानने वाला, समझने वाला, हमें चलाने वाला परमेश्वर आज भी जीवित है। इसके लिए हम उसको धन्यवाद करें। ഹല്ലേലൂയ. हालेलुया। വീണ്ടും ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. और उत्पत्ति के पुस्तक अध्याय 28 में उसी तरह याकूब के जीवन में से भी हम पढ़ सकते അവന്റെ हैं। അപ്പന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന യാക്കോബ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുവാനിടയായി. और याकूब जो अपने पिता के भवन को छोड़कर जब आधे रास्ते पहुंचा तो सूर्य डूबने लगा। അവൻ ആ മരുഭൂമിയിൽ ആ രാത്രിയിൽ ഒരു കല്ല് തലയണയായി വെച്ച് ഉറങ്ങുവാനിടയായി. और याकूब जो है एक पत्थर को अपने सर के नीचे रखकर सो गया। വിജനമായ ഒരു സ്ഥലം. और एक ऐसी जगह जो वीरान हो। അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഒരു ദിവസത്തെ വഴി ദൂരം അവൻ നടന്നകലുവാനിടയായി. और अपने पिता के घर से एक दिन की दूरी पे था। അവന്റെ അപ്പനെയും സഹോദരനെയും കളിപ്പിച്ച ആമേൻ ആ പശ്ചാത്താപം അവന്റെ ഉള്ളത്തിലുണ്ട്. और अपने पिता और बड़े भाई को दिए हुए धोखे का पश्चाताप उसके मन में था। അവൻ മുൻപോട്ട് പോകുന്ന യാത്രയിൽ എവിടെ എത്തും എന്നവൻ അറിവില്ല. और उसके सफर में वो कहां पर पहुंचेगा उसे पता नहीं। അവന്റെ അങ്കിളിന്റെ ഭവനത്തിലേക്കാണ് അവൻ പോകുന്നത്. അവൻ ചേർച്ച് കൊള്ളുമോ തള്ളിക്കളയുമോ എന്നുള്ള അറിവ് അവനില്ല. और वो अपने माँ के भाई के घर पे जा रहा था और वो उसे स्वीकार करेंगे कि नहीं करेंगे उसे അവിടെ पता അവന് नहीं। ഭക്ഷിപ്പാൻ ആഹാരം ലഭിക്കുമോ उसे എന്നറിയുകയില്ല. खाने मिलेगा कि नहीं पता नहीं। ധരിക്കുവാൻ വസ്ത്രമുണ്ടാകുമോ और എന്നറിയുകയില്ല. कपड़ा मिलेगा कि पता नहीं। അവനെ പാർക്കുവാൻ അവൻ അഭയമുണ്ടാകുമോ എന്നറിയുകയില്ല. और रहने का भी कोई भरोसा അവൻ नहीं। മടങ്ങി അവന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് വരുമോ എന്നവൻ और അറിയുകയില്ല. उसे ये भी नहीं पता कि कभी ना कभी वो पिता के घर ഹല്ലേലൂയ. लौटेगा ആ कि नहीं। രാത്രിയുടെ ഏകാന്തതയിൽ, और उस रात के ആ अकेलेपन में വിജനമായ മരുഭൂമിയിൽ, और उस वीरान रेगिस्तान के ഹല്ലേലൂയ, അവന്റെ बीच में പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ദൂരത്ത് അവൻ എത്തിക്കഴിഞ്ഞപ്പോൾ, और जब अपने पिता के भवन से बहुत दूर पहुंच गया അവന്റെ ജീവിതത്തിന്റെ പകലസ്തമിച്ച് സൂര്യൻ അസ്തമിച്ച് ഇരുള് മൂടുവാൻ തുടങ്ങിയപ്പോൾ, और जब उसकी जिंदगी के सुबह भी जो उसी तरह डूब गई ഇതാ और रात आ സ്വർഗ്ഗത്തിലെ गई। ദൈവം തമ്പുരാൻ യാക്കോബിന് വേണ്ടി ആ മരുഭൂമിയിൽ ഇറങ്ങുവാനിടയായി. लेकिन स्वर्गीय परमेश्वर याकूब के लिए उस रेगिस्तान में उतरा। അവൻ हालेलुया। ദർശനത്തിലൂടെ കാണുകയാണ് ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. और उसी दर्शन में वो देखता है स्वर्गीय परमेश्वर के दूत उतर रहे हैं, चढ़ അവൻ रहे हैं। സ്വപ്നത്തിൽ കാണുകയാണ് സർവശക്തനായ ദൈവം, പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദൈവം അവനോട് സംസാരിക്കുന്ന രംഗം അവൻ കാണുകയാണ്, കേൾക്കുകയാണ്. और वो सुन रहा है कि उसके पूर्वजों के परमेश्वर पिता उनसे बात कर रहा है। അവൻ പുലർച്ചയിൽ അതിരാവിലെ എഴുന്നേറ്റ് പറയുന്നൊരു കാര്യമുണ്ട്. और वो सुबह उठकर ये कहता है, അയ്യോ, ഈ സ്ഥലം എത്ര ഭയങ്കരമാണ്. ये जो जगह है कितना भयंकर है। ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ നിവാസമല്ലാതെ മറ്റൊന്നുമല്ല. ये परमेश्वर के निवास के अलावा और कुछ नहीं। യഹോവ ഈ സ്ഥലത്തുണ്ട്. और यहोवा परमेश्वर इस जगह पर എന്നെ है। കാണുന്നവരാരുമില്ല എന്ന് ഞാൻ ധരിച്ചു. मुझे लगा शायद से मुझे देखने वाला कोई ना हो, പക്ഷെ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ ഇപ്പോഴറിയുന്നു. लेकिन मैं जानता हूँ कि मुझे देखने वाला एक परमेश्वर എന്നെ है। ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ मैं അറിയുന്നു. जैसा हूँ वैसे ही जानने वाला एक परमेश्वर है। ആ സ്ഥലത്തിന് അവൻ ബഥേൽ എന്ന് പേരിടുവാൻ और उस नाम का जगह उसने बेथेल रखा। ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, इसके लिए मुझे सुनने वाले നമ്മുടെ प्रियजनों, ജീവിതത്തിന്റെ പല മരുഭൂമികളെയും ബഥേലാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി और ജീവിക്കുന്നു. हमारे जीवन के कई माहौलों जगह हालातों को भी बेथेल बनाने के लिए सर्वशक्तिमान നമ്മുടെ है। ജീവിതത്തിന്റെ മേഖലകളിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിസ്സഹായതയും നിരാശയും നമ്മെ മൂടുമ്പോൾ, ആരും നമ്മെ കരുതുവാൻ സഹായിപ്പാൻ ഇല്ല എന്നും നാളെയെക്കുറിച്ചതായ ആശങ്കകൾ നമ്മെ ഭരിക്കുമ്പോൾ അതിനെ ഒരു ബഥേലാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. हमारे जीवन में भी जब बुरे हालात आए और हमारे जीवन के सुख जब डूब जाए, तब हमारे बुरे हालात में भी जानकर उसे बेथेल बनाने के लिए परमेश्वर हमारे साथ। ഇന്ന് പകൽക്കാലം അവന്റെ നാമത്തിന് നമുക്ക് മഹത്വം इसके लिए हम उसके नाम का धन्यवाद करें। ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആ हालेलुया। ദൈവത്തെ हाथों को ഒന്ന് उठाकर സ്തുതിക്കാം. हम धन्यवाद करें, उसे स्तुति करें। हालेलुया। हालेलुया। അടുത്തതായി നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏത് ഒരസാധാരണമായ പ്രതിസന്ധിയിലും കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. आमीन। हमारे हालात, हमारे मुश्किल कितने भी बड़े हो, कितने भी अलग हो,
परमेश्वर यीशु वहां पर जरूर कार्य कर सकता है। ഇവിടെ നോക്കൂ, ഈ കുരുടനായ മനുഷ്യൻ ഒരു അസാധാരണമായ ഒരു വിഷയമാണ്. अभी ये इसी अंधे को देख लो, इसकी जो हालत है बहुत अलग है। എന്നാൽ കർത്താവിന് അത് ഒരു തടസ്സമായിരുന്നില്ല. लेकिन प्रभु के लिए इसे चंगाई देना कोई बड़ी बात नहीं थी. ആമേൻ. കർത്താവ് ഈ അസാധാരണമായ ഈ വിഷയത്തെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് അതിനെ ആമേൻ ശ്രേഷ്ഠകരമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുകയാണ്. और इतने असाधारण विषय को प्रभु अपनी महिमा के द्वारा उसे श्रेष्ठ कर देता है. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി അവൻ അതിനെ മാറ്റിയെടുക്കുകയാണ്. परमेश्वर के नाम की महिमा के लिए वो उसे पलट देता है. മനുഷ്യരുടെ മുൻപിൽ അനേക ചോദ്യങ്ങളുണ്ട്. इंसान के मन में बहुत विचार है. മനുഷ്യരുടെ മുൻപിൽ ഇത് അസാധ്യമാണ്. मनुष्य को लगता है अरे ये तो असंभव है. ആമേൻ. മനുഷ്യരുടെ മുൻപിൽ ഇതൊരിക്കലും പരിഹരിക്കപ്പെടാത്തൊരു വിഷയമാണ്. और ये एक ऐसा विषय है जो कोई सुलझा नहीं सकता. എന്നാൽ എൻ്റെ യേശുവിന്റെ മുൻപിൽ അതൊരു വിഷയമായിരുന്നില്ല. लेकिन यीशु के सामने ये तो छोटी सी बात है. അവൻ അതിനെ മഹത്വകാരണമാക്കി തീർക്കുവാനിടയായി. इसी विषय को प्रभु ने परमेश्वर की महिमा का कारण बना दिया. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ലാസറിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. और आगे यूहन्ना का सुसमाचार अध्याय 11 उसके 4 में लासर के विषय में भी प्रभु का कार्य को हम देख सकते അവിടെ हैं. ലാസർ ആമേൻ രോഗിയായി തീർന്നു. लासर जो है बीमार हो गया. ആമേൻ. അവന്റെ ദീനാവസ്ഥ ആമേൻ കാര്യത്തെക്കുറിച്ച് യേശുവിനെ അറിയിപ്പാനിടയായി. और उसकी बीमारी के बारे में यीशु को बताया गया. പക്ഷേ കർത്താവായ യേശു അവൻ രോഗിയായി എന്നറിഞ്ഞിട്ടും അവിടേക്ക് വരുവാൻ തയ്യാറായില്ല. और उसकी बीमारी के बारे में जानने के बाद भी यीशु वहां पर जाने के लिए तैयार नहीं हुआ. അവൻ മരിച്ചു എന്നറിഞ്ഞിട്ടും അവിടേക്ക് വരുവാൻ തയ്യാറായില്ല. और लासर की मृत्यु के बारे में जानने के बाद भी वो तैयार नहीं हुआ. അവൻ മരിച്ച് അടക്കം ചെയ്ത് 4 നാളായപ്പോൾ യേശു ആ ഭവനത്തിലേക്ക് വരികയാണ്. और लासर मरने के बाद दफना के 4 दिन के बाद यीशु वहां पर पहुंचता है. നാറ്റം വെച്ച കല്ലറയ്ക്കലേക്ക് യേശു വരികയാണ്. और जो कुएं से अब जो गुफा से अब भास मारना शुरू हो गया, यीशु वहां पर കരയുന്ന സഹോദരിമാരുടെ അടുക്കലേക്ക് യേശു വരികയാണ്. और लासर की रोती हुई बहनों के पास यीशु आता है. ഹല്ലേലൂയ. ശിഷ്യന്മാർ പറയുന്നു, നാം ആമേൻ ഇത്ര വൈകി പോയി കഴിഞ്ഞാൽ ആളുകൾ നമ്മെ കല്ലെറിയും. और यीशु के चेले उसको कहते हैं कि हम इतनी देर हो गई, अभी लोग पत्थर मारेंगे. എന്നാൽ യേശുവിനറിയാം എൻ്റെ ദാസനായ ലാസർ മരിച്ചില്ല, അവൻ ഉറങ്ങുകയാണ്, അവനെ ഉണർത്തുവാൻ പോകുകയാണ് ഞാൻ. लेकिन यीशु को पता है कि मेरा दास लासर मरा नहीं, वो सिर्फ सो रहा है, मैं उसे जगाने वाला हूं. യേശു അവിടെ എത്രത്തോളം വൈകിയോ അത്രത്തോളം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ആമേൻ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി. यीशु आने में जितनी देर करे परमेश्वर की उतनी ही नाम की महिमा होती है. ഇന്ന് പകൽക്കാലം പ്രിയരെ, ചില ദൈവപ്രവൃത്തികൾ വൈകുന്നതനുസരിച്ച് ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കുവാനിടയായി തീരും. और भले ही परमेश्वर के कार्य में जितनी देरी हो उतनी उसके नाम की महिमा होती है. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. परमेश्वर के लिए कुछ भी असंभव नहीं. ഏത് അസാധാരണ വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ എൻ്റെ കർത്താവ് ആമേൻ ശക്തനാണ്. विषय जितना भी असाधारण हो, लेकिन मेरे प्रभु के हाथ में वो मामूली है. യേശുവിന്റെ ഒരു വാക്കിന്റെ മുൻപിൽ കല്ലറയിൽ നിന്ന് ലാസർ പുറത്തു വരുവാൻ प्रभु के एक वचन के सामने मरा हुआ लासर जिंदा गुफा से बाहर आया. പകൽക്കാലവും അതെ, യേശുവിന് ഒരു കാര്യവും അസാധ്യം. इसके लिए हमारे यीशु के सामने कुछ भी असंभव नहीं. സാധാരണ കാര്യത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൈമാറൂ, പരിഹരിപ്പാൻ ശക്തനായവൻ നമ്മോട് കൂടെയുണ്ട്. मुश्किल और असाधारण बातों को प्रभु के हाथ में दे दो, प्रभु उसे सुलझा कर दे देगा. അടുത്തതായി നാം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വിചിന്തനം ചെയ്യുവാൻ കഴിയുന്നത്, കർത്താവിന് തൻ്റെ പ്രവൃത്തികൾക്ക് അവൻ്റേതായ രീതികളുണ്ട്, അവൻ്റേതായ സമയമുണ്ട്. और प्रभु के कार्य करने में प्रभु का अपना तरीका है और प्रभु का अपना समय है. ഒരാളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച രീതിയിലല്ല മറ്റൊരാളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നത്. जो कार्य प्रभु ने एक इंसान के जीवन में किया, जरूरी नहीं प्रभु उसी विषय में दूसरे इंसान के जीवन में भी वही तरीका अपनाए. യേശു തന്നെ തന്റെ ശുശ്രൂഷ കാലയളവിൽ അനേക രോഗികളെ സൗഖ്യമാക്കുവാനിടയായി. प्रभु ने अपनी सेवकाई में कई लोगों को चंगाई दी है. ഓരോരുത്തരെയും സൗഖ്യമാക്കുവാൻ കർത്താവ് ഉപയോഗിച്ച രീതി വ്യത്യസ്തങ്ങളാണ്. हर एक बार चंगाई देने का जो तरीका अपनाया वो अलग अलग है. കർത്താവ് തന്റെ വാക്കിനാൽ സൗഖ്യമാക്കി. कुछ लोगों को प्रभु ने अपने वचन से चंगाई दी. അവൻ കൈവച്ച് സൗഖ്യമാക്കി. कुछ लोगों को हाथ रखकर चंगाई दी. അവന്റെ വസ്ത്രത്വങ്ങളിൽ തൊട്ട് സൗഖ്യമായി. कुछ लोग उसके कपड़े को छूकर चंगाई पाए. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്ത നിലകളിൽ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരെ കാണുവാൻ കഴിയും. और इसी तरह अनेक तरीके से चंगाई पाने वाले लोगों को हमने देखा है. കർത്താവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ ശുശ്രൂഷ കാലയളവിൽ വ്യത്യസ്ത രീതികൾ ശുശ്രൂഷയ്ക്ക് അത് സൗഖ്യത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. और प्रभु ने भी अपने चेलों को भी अलग अलग तरीके से चंगाई देने के लिए उपयोग പത്രോസിന്റെ किया. നിഴൽ തട്ടിയ രോഗികൾ സൗഖ്യമായി. कुछ लोग पत्रोस की परछाई गिरकर चंगाई पाए. ആമേൻ. പൗലോസിന്റെ ഉത്തരീയ
ആമേൻ കൊണ്ട് സൗഖ്യമായ രോഗികളുണ്ട്. और पौलुस के द्वारा भी जो है कई लोग अलग तरीके से चंगाई पाए. ഹല്ലേലൂയ. അങ്ങനെ പല നിലകളിൽ സൗഖ്യമായ രീതികൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. और इसी तरह चंगाई पाने के अलग अलग तरीके हम देख सकते हैं. പഴയ നിയമത്തിലേക്ക് നാം പോകുമ്പോൾ അരാം രാജാവിൻ്റെ സേനാധിപനായ നയമാന്റെ സൗഖ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. और सीरिया राज्य के जो सेनापति थे नयमान, जब वो आया चंगाई के लिए, उसकी चंगाई की तरीका भी अलग था. കുഷ്ഠരോഗിയായ നയമാൻ, वो कोड़ी से पीड़ित था. ആമേൻ. ഒരിക്കൽ ഏലീശ പ്രവാചകന്റെ അടുക്കലേക്ക് തൻ്റെ ഭവനത്തിൽ വേല ചെയ്യുന്ന ഒരു ഇസ്രായേൽ പെൺകുട്ടി നിമിത്തം ആമേൻ ചെന്നെത്തുവാനിടയായി തീർന്നു. और अपने भवन में काम करने वाली एक इस्राएली दासी के द्वारा उसे भविष्यवक्ता एलिशा के बारे में पता चला और वो उसके पास गया. ആമേൻ. ഏലീശയുടെ അടുക്കൽ ചെന്നതായ നയമാൻ ഒരു പ്രതീക്ഷയുണ്ട്. और एलिशा के पास पहुंचने वाले नयमान के मन में एक विचार है. ഏലീശ അവന്റെ നേരെ തന്റെ കൈകൾ ഉയർത്തി കൈകളാട്ടി അവനെ സൗഖ്യമാക്കുമെന്നായിരുന്നു. और उसकी इच्छा ये थी कि एलिशा जो है अपने हाथों को उठाए, दोनों हाथों को उठाकर हाथ हिलाकर उसे चंगाई. എന്നാൽ ഏലീശ പറഞ്ഞത്, लेकिन एलिशा ने ऐसा कहा, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക. तू यॉर्दान के नदी में जा और 7 बार डुबकी लगा. ഹല്ലേലൂയ, हालेलूया, ഹല്ലേലൂയ. हालेलूया. ക്രോധിച്ചു നിൽക്കുന്ന ആമേൻ നയമാനെ നമുക്ക് അവിടെ കാണുവാൻ. और ये सुनकर क्रोधित होने वाले नयमान को हम देख सकते हैं. അവൻ പറയുന്നു, എൻ്റെ നാട്ടിൽ എത്രയോ നല്ല നദികളുണ്ട്. नयमान कहता है, अरे मेरे देश में इससे भी अच्छे अच्छे नदियां हैं. അബാനും പർപ്പരയും ഒക്കെ അതിൽപ്പെട്ട നദികളാണ്. और अबान और फिरपेरा ये भी उसमें जुड़े हुए हैं. എനിക്ക് വേണമെങ്കിൽ അവിടെ കുളിക്കാമായിരുന്നല്ലോ. मुझे बोल देते मैं वहां पर स्नान कर ഞാൻ लेता. എന്തിന് ഇവിടെ വന്ന് യോർദാനിൽ मैं കുളിക്കണം? यहाँ तक आकर यॉर्दान में क्यों डुबकी लगाऊं? എങ്കിലും ആ തൻ്റെ ദാസന്റെ നിർദ്ദേശപ്രകാരം അവൻ അതനുസരിക്കുവാൻ തയ്യാറായി. लेकिन अपने दास के उपदेश के द्वारा उसने उसे माना और उसने डुबकी लगाई. നമുക്കറിയാം, യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങുമ്പോൾ ആമേൻ അവൻ്റെ ശരീരം ഒരു ചെറിയ ബാലൻ്റെ ശരീരം പോലെ ആകുവാൻ തക്കവണ്ണം ഇടയായി. और जब उसने 7 बार डुबकी लगाई तो उसका जो शरीर था एक छोटे बालक के समान एकदम मलमल और अच्छा हो गया. തിരുവചനത്തിൽ അങ്ങനെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കുവാൻ वचन में കഴിയും. इसी तरह बहुत सारे उदाहरण हैं. ദൈവിക സൗഖ്യത്തിന് വ്യത്യസ്തങ്ങളായ മെത്തേഡുകളാണ് ഉപയോഗിപ്പാനിടയായി इसके लिए തീർന്നിട്ടുള്ളത്. प्रभु ने चंगाई देने के लिए अनेक तरीके अपनाए हैं. ഇവിടെയും കർത്താവ് ഒരു അസാധാരണമായ ഒരു മെത്തേഡാണ് यहाँ पर ഉപയോഗിപ്പാനിടയായത്. प्रभु ने भी एक असाधारण तरीका अपनाया. അവൻ ആ നിലത്ത് തുപ്പി മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ പൊടി കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശുവാനിടയായി തീർന്നു. प्रभु ने भूमि पर पहले थूकने के बाद मिट्टी सानी और वो उस मिट्टी को लेकर उस अंधे की आंखों पर लगाया. ഒരു കാര്യം ചില കാര്യങ്ങൾ കർത്താവിടെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. मुझे लगता है कि कुछ बातें हमें सिखाने के लिए प्रभु ने ऐसा किया. സകലത്തെയും വാക്കിനാൽ ഉളവാക്കിയ കർത്താവ് പൊടിയും ചേറും കൊണ്ടുപോലും തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തികയ്ക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് കർത്താവോട് തെളിയിച്ചു. सभी चीजों को अपने वचन के द्वारा निर्मित करने वाला परमेश्वर उसी मट्टी के द्वारा जो है अपना कार्य कर सकता है. 2 സൗഖ്യത്തെക്കുറിച്ച് മനുഷ്യന് ചില ഫോർമുലകളുണ്ട്. और चंगाई पाने के लिए इंसान के मन में कुछ फॉर्मूला है. എന്നാൽ അവൻ്റെ ഫോർമുലകളെ മാറ്റിക്കുറിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഇത് ചെയ്യുവാനിടയായത്. लेकिन इंसान के विचारों से अलग करने के लिए परमेश्वर ने ये किया. മനുഷ്യന്റെ ചിന്തയിൽ ചില കാഴ്ചപ്പാടുകളുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച്. और इन विषयों के ऊपर इंसान कुछ ना कुछ तैयारी कर बैठा कि ऐसा ही होगा. മാനുഷിക നിഗമനങ്ങളെ തകർക്കുവാൻ കർത്താവ് ഈ അത്ഭുതം അസാധാരണമായ രീതി ഉപയോഗിപ്പാനിടയായി. लेकिन इंसान के उसी विचार को तोड़ने के लिए असाधारण रीति से प्रभु ने यहाँ पर चंगाई दी. ഹല്ലേലൂയ. പ്രിയരെ, നാം ചിന്തിക്കുന്ന ചിന്തയ്ക്ക് അപ്പുറമായിട്ടായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ രീതികളെന്ന് हम പറയുന്നത്. जो सोचते हैं उसके ऊपर परमेश्वर का कार्य होता है. നാം പലപ്പോഴും മാനുഷിക തലത്തിലാണ് പലതും हम വിലയിരുത്തുന്നത്. कई बातें मानसिक रीति से എന്നാൽ सोचते हैं. ദൈവം തന്റെ തലത്തിൽ നിന്നുകൊണ്ട് लेकिन പ്രവർത്തിക്കുവാനിടയാണ്. परमेश्वर अपने स्थल पर खड़े रहकर उसे कार्य ദൈവത്തിന് करता है. ഏത് മാധ്യമങ്ങളെ ഉപയോഗിപ്പാൻ കഴിയും. उसके लिए परमेश्वर कोई भी माध्यम का उपयोग कर सकता ദൈവത്തിന് है. ഏത് രീതികളെ ഉപയോഗിപ്പാൻ उसके लिए കഴിയും. कोई भी हालतों का कार्य कर सकता കർത്താവിന് है. ഏത് വ്യക്തികളെയും ഉപയോഗിപ്പാൻ കഴിയും. परमेश्वर उसके लिए कोई भी व्यक्ति का उपयोग कर सकता है. ദൈവത്തിന്റെ हालेलुया. പ്രവൃത്തികൾക്കൊന്നും തടസ്സമുണ്ടാകാത്ത നിലകളിൽ ഒന്നും തടസ്സമല്ല എന്ന് നാം തിരിച്ചറിയണം. और हम यह भी जान ले कि परमेश्वर के लिए कुछ भी असंभव नहीं है. Praise the हालेलुया. Lord. हालेलुया. ഹല്ലേലൂയ. हालेलुया. നോക്കൂ, അവിടെ ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശിയ ശേഷം കർത്താവ് പറയുകയാണ്, നീ ശീലോഹാം കുളത്തിൽ പോയി
കഴുകുക എന്ന് അവനോട് ആവശ്യപ്പെടുന്നു. और ऐसे मिट्टी जो है उसके आंखों पर लगाकर प्रभु उसे कहता है कि शिलोआम के कुएं में जाकर धो ला. അവൻ സൗഖ്യമാകുമെന്ന് കർത്താവ് പറഞ്ഞില്ല. प्रभु ने ये नहीं कहा कि तुझे चंगाई मिलेगी. അവനോട് പറയുന്നു നീ പോയി കഴുകുക എന്ന് മാത്രമേ प्रभु ने ये പറഞ്ഞുള്ളൂ. सब करने के बाद कहा तू धोकर आ. എന്നാൽ നോക്കണമേ, ഈ മനുഷ്യൻ വിശ്വാസത്തോടെ ആ കുളത്തിലേക്ക് तो നീങ്ങുവാനിടയായി. वो इंसान विश्वास के साथ उस वहां पर गया. എന്താണ് സംഭവിക്കുന്നത് അവൻ അറിയുകയില്ല. क्या होगा आगे उसे पता नहीं. എന്താണ് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ അറിയുകയില്ല. प्रभु ये सब क्यों कर रहा है वो भी उसे नहीं पता പക്ഷേ है. അവൻ്റെ ഉള്ളത്തിലൊരു വിശ്വാസമുണ്ട്. लेकिन उसके मन में एक विश्वास है. എന്തു തന്നെ ചെയ്തെന്ന് പറഞ്ഞാലും भले जो कुछ भी हो जाए, എൻ്റെ യേശുവാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് क्योंकि मेरा यीशु कर रहा है, എനിക്ക് നിശ്ചയമായും मुझे സൗഖ്യമുണ്ട്. निश्चित रूप से चंगाई मिलेगी. അതാണ് ദൈവാശ്രയം എന്ന് और പറയുന്നത്. यही परमेश्वर का അതാണ് भरोसा है. ആഴമായ വിശ്വാസം यही എന്ന് एक गहरा പറയുന്നത്. विश्वास है. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ആമേൻ ഏത് മെത്തേഡിലും ദൈവത്തിന് തൻ്റെ പ്രവൃത്തി അയക്കുവാൻ കഴിയും. എന്നാൽ സഹിഷ്ണുതയോടെ, വിശ്വാസത്തോടെ, ദൈവാശ്രയത്തോടെ അവനെ അനുസരിക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കലവറയിൽ നിന്ന് അല്ലെങ്കിൽ എണ്ണമില്ലാതെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. हमारे जीवन में परमेश्वर कैसे भी कार्य कर सकता है, कुछ भी कार्य कर सकता है, लेकिन विश्वास के साथ, धीरज के साथ, संयम के साथ अगर उसके कार्य के लिए सामने हम समर्पित करें तो परमेश्वर हम क्या कार्य हमारे जीवन में बड़ा होगा. നോക്കണം, ഈ മനുഷ്യൻ പോയി വെള്ളത്തിൽ കഴുകി മടങ്ങി വരുമ്പോൾ അവൻ സൗഖ്യമുള്ളവനായിട്ടാണ് യേശുവിൻ്റെ അടുത്ത് വരുന്നത്. ये इंसान जाकर जब सिलोम के कुएं में आग धोकर वापस आता है तो चंगाई हालेलुया. पाकर लौटता है. അവൻ കാണാൻ കാഴ്ചയില്ലാത്തവനായി പോയെങ്കിൽ മടങ്ങി വരുന്നത് കാഴ്ചയുള്ളവനായി മടങ്ങി भले ही വരികയാണ്. वो अंधा होकर गया था, हालेलुया. लेकिन आते वक्त आंखों की रोशनी के साथ आता है. വിശ്വാസത്തോടെ ഒരു ചുവട് വെക്കുവാൻ നാം തയ്യാറാകുന്നു. अगर विश्वास के साथ अगर हम पहला कदम रखने को तैयार ഹല്ലേലൂയ. होते हैं, ദൈവത്തിന്റെ മഹത്വം വ്യക്തമായി അനുഭവിക്കുവാൻ परमेश्वर തയ്യാറാകും. की महिमा प्रत्येक रूप से हम अनुभव कर सकते हैं. വിശ്വാസത്തോടെ യേശുവിനെ അനുസരിക്കുവാൻ നാം अगर തയ്യാറാകുന്നു. विश्वास के साथ यीशु को बात मानने को तैयार അവന്റെ होते हैं, അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം उसके ഇടയായി. अद्भुत कार्यों को हम देख पाएंगे. അനേക പ്രിയപ്പെട്ടവർ കർത്താവിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്ന ജനം അവിടെ നടുവിലുണ്ട്. और कई लोग परमेश्वर के कार्य के ऊपर उंगली उठाने वाले लोग उनके बीच में ദൈവപുത്രൻ അംഗീകരിക്കാത്ത അനേകർ അവരുടെ और കൂട്ടത്തിലുണ്ട്. कई लोग ऐसे भी थे को यीशु को परमेश्वर के पुत्र नहीं യേശുവിനെ मानते थे. നിന്ദിക്കുന്നവരും കല്ലെറിയുന്നവരും അവരുടെ और കൂട്ടത്തിലുണ്ട്. यीशु को लज्जित करने वाले और पत्थरवा करने वाले लोग भी उनके बीच में हैं. ജ്ഞാനികൾ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ പലരും യേശുവിന് വിരോധമായി ആമേൻ വിരലുകൾ कई ചൂണ്ടുന്നവരാണ്. ज्ञानी, वचन के पंडित, फरीसी, सदूकी, ये सब उंगली उठाने वाले लोग वहां पर थे. എന്നാലൊന്നും അറിയാത്ത കുരുടനായ മനുഷ്യൻ യേശു പറഞ്ഞത് അതുപോലെ അനുസരിപ്പാനിടയായി. लेकिन अनजान होने वाला ये अंधा हालेलुया. इंसान यीशु ने जिस तरह उसे कहा वो वही करके आया. ഇന്ന് പകൽക്കാലം അനുസരിക്കുന്നവരുടെ മേലാണ് ദൈവം തന്റെ അനുഗ്രഹത്തെ ചൊരിയുന്നത്. और जो बात मानते हैं प्रभु उनके ऊपर अपना आशीष देता है. ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നെങ്കിൽ, बिना प्रश्न पूछकर बात मानने वाले, ആമേൻ സംശയിക്കാതെ വിശ്വസിക്കുന്നെങ്കിൽ, बिना शंका किए विश्वास करने वाले, ഹല്ലേലൂയ, അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. असंभव को संभव करने वाले परमेश्वर के कार्य को हम हमारे जीवन में अनुभव करें. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ നിസ്സഹായരായി हो കഴിയുന്നവരായിരിക്കും. सकता है हमारे जीवन में जो हालात है उसमें हम निस्सहाय हो പരിഹരിപ്പാൻ കഴിയാത്ത വേദനയുമായി പ്രശ്നങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നവരായിരിക്കും. और ऐसे परेशानियां और दर्द हमारे जीवन में हो जो हम सुलझा नहीं पा रहे. ഒരുപക്ഷെ നിങ്ങൾക്കുള്ള ആമേൻ സഹായത്തിന്റെ വാതിലുകളെല്ലാം शायद से കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കും. हमारे मदद के दरवाजे सब बंद हो गए हो ഹല്ലേലൂയ. നിങ്ങളിൽ തന്നെ നിസ്സഹായരായിരിക്കാം. और हम हमारे अंदर ही कमजोर हो. എന്നാൽ ഇന്ന് പകൽക്കാലം നിസ്സഹായരെ തേടി വരുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. लेकिन कमजोरों को ढूंढ के आने वाला एक परमेश्वर के लिए हम धन्यवाद ആമേൻ. നിസ്സഹായർക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവശക്തി അവന്റെ പക്കലുണ്ട്. और जो निस्सहाय है उनके लिए मदद करने वाली शक्ति उनके पास നിസ്സഹായർക്ക് है. വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. और कमजोरों के लिए कार्य करने वाला परमेश्वर आज भी जीवित है. ഹല്ലേലൂയ. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണ മനസ്സോടെ ഒന്ന് ആശ്രയിക്കുവാൻ കഴിയട്ടെ. इसके लिए पूरे मन के साथ हम उनके पर അതെ, विश्वास ഈ करें. കുരുടനായ മനുഷ്യൻ സൗഖ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിനെ അവൻ കാണുകയാണ്. അവനെ കണ്ട യേശുവിനെ കാണുകയാണ്. അവൻ പ്രകൃതിയുടെ സൗന്ദര്യം ദർശിക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കളെ കാണുകയാണ്. അവൻ ചുറ്റുപാടുകളെ കാണുകയാണ്. അവൻ കാഴ്ച പ്രാപിച്ച് കർത്താവിനെ അവൻ അനുഗമിക്കുവാൻ തക്കവണ്ണം ഇടയായി. और ये चंगाई पाकर यीशु को देखता है, अपने आजू बाजू को देखता है,
वो सारे संसार को देखता है, अपने माता पिता को देखता है, लोगों को देखता അവൻ है, ഓടി നടന്ന് സാക്ഷ്യം പറയുകയാണ്. और वो भाग भाग कर हर जगह गवाही देता है. അവനൊരു കാര്യം പറയുവാനുണ്ട്. उसे एक गवाही देने को ഞാൻ है, കുരുടനായിരുന്നു, मैं जन्म से अंधा था, പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നു. लेकिन देखो मैं अभी देख पा रहा हूँ. ഹല്ലേലൂയ, എന്റെ കണ്ണ് തുറന്നിരിക്കുന്നു. मेरी आंखों को रोशनी लौट गई, ഹല്ലേലൂയ, എനിക്കിപ്പോൾ കാണുവാൻ मैं കഴിയുന്നു. देख पा रहा हूँ. അവന്റെ വ്യക്തിപരമായ അനുഭവത്തെ സാക്ഷിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് പിന്നീടുള്ള ചരിത്രത്തിൽ കാണുവാൻ और अपने കഴിയുന്നത്. व्यक्तिगत जीवन के अनुभव को गवाही देने वाले इंसान को हम देख सकते ഇന്ന് हैं. പകൽക്കാലം ദൈവം തന്ന വിടുതലുകളെ കുറിച്ച് സാക്ഷിക്കുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടോ? क्या प्रभु की दी हुई चंगाई, प्रभु की दिए हुए कार्य को क्या हम गवाही दे पाते हैं? ദൈവം उसके ചെയ്ത बारे में? അത്ഭുതങ്ങളെ കുറിച്ച് സാക്ഷിക്കുവാൻ ഒരു മനസ്സ് प्रभु के നമുക്കുണ്ടോ? अद्भुत कार्यों की गवाही हम दे पाते हैं? ഇന്ന് പകൽക്കാലം കർത്താവ് അതിന് നമ്മെ വിളിക്കുകയാണ്. और उसी के लिए प्रभु हमें बुलाता है. അനേക നന്മകൾ പ്രാപിച്ച വിടുതലുകൾ അനുഭവിച്ച ദൈവശക്തിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവജനമേ, മൗനമായിരിക്കാനല്ല, യേശുവിനെ സാക്ഷിക്കുവാൻ നാം തയ്യാറാകുക. और इसके लिए प्रभु के अद्भुत कार्यों को पाकर जो है चुप बैठने के लिए नहीं, उसकी गवाही देने के लिए प्रभु ഇന്ന് बुलाता है. പകൽക്കാലം ഈ കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. इसके लिए वे इस वचन के सामने हम अपने आप को समर्पित करें. എല്ലാ കണ്ണുകളും ഒരു നിമിഷം വണങ്ങും. सारे आंखें बंद हो जाए. എല്ലാ പ്രിയപ്പെട്ടവരും തലകളെ ഒരു നിമിഷം വണക്കിയാട്ടെ. നമുക്ക് सभी जन सरों को झुकाएं, ദൈവത്തോട് प्रार्थना करें. പ്രാർത്ഥിക്കാമല്ലോ. हम प्रार्थना करें. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ മറ്റാരും അറിയുന്നില്ലായിരിക്കാം. हो सकता है हम जो हालात से गुजरते हो നിങ്ങളെ कोई ना ഒരുപക്ഷെ जानता हो, കാണുന്നവർ മറ്റാരുമില്ലായിരിക്കാം. और हमें देखने वाला और कोई ना हो, പക്ഷെ കാണുന്ന ഒരു യേശുവുണ്ട്. लेकिन देखने वाला एक നിങ്ങളുടെ यीशु जरूर है. നിസ്സഹായതയിൽ വെളിപ്പെടുന്ന ഒരു हमारे ദൈവശക്തി. निस्सहायता में प्रकट होने वाला यीशु, ഹല്ലേലൂയ. നിങ്ങളുടെ നിസ്സഹായതയിൽ പ്രവർത്തിക്കുന്ന ഒരു और കർത്താവ്. हमारे निस्सहायता में कार्य करने वाला അവൻ परमेश्वर, അത്ഭുതങ്ങളുടെ ദൈവമാണ്. वो अद्भुत परमेश्वर അവൻ है. ആർക്കും वो കടക്കാരനല്ല. किसी का कर्जदार नहीं. ഹല്ലേലൂയ. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു और പോകുകയില്ല. जो उसकी ओर देखता है वो कभी लज्जित नहीं होता. നിശ്ചയമായും നമ്മെ സഹായിപ്പാൻ അവന് താല്പര്യമുണ്ട്. और निश्चित रूप से वो चाहता है कि हमारी ഇന്ന് मदद करे. പകൽക്കാലം നമ്മുടെ സകല ഭാരവും അവന്റെ മേൽ നമുക്ക് ഇറക്കി വെക്കാം. इसके लिए हमारा सारा बोझ കർത്താവിന്റെ प्रभु पर डाल സന്നിധിയിൽ दें. കടന്നു ചെന്നുകൊണ്ട് उसके शरण में നമുക്ക് आकर കർത്താവിനോട് പറയാം, हम प्रभु से कहें, അതെ കർത്താവേ, हे प्रभु എന്നെ സഹായിപ്പാൻ മറ്റാരുമില്ല. मेरी मदद के लिए और कोई ഞാൻ नहीं. വിശ്വസിക്കുന്നു അങ്ങേക്ക് എന്നെ സഹായിപ്പാൻ കഴിയും. मैं विश्वास करता हूँ कि तू मेरी मदद कर ഞാൻ पाएगा. നിന്ദിക്കപ്പെട്ടവരാണ്, നിന്ദിക്കപ്പെട്ടവളാണ്. भले मैं लज्जित हूँ ഹല്ലേലൂയ. ഞാൻ പലരാലും और തിരസ്കരിക്കപ്പെട്ടവരാണ്, कई लोगों ने मुझे ठुकरा दिया തള്ളപ്പെട്ട हो, വ്യക്തിയാണ്. और दूसरों ने ठुकरा दिया हो. എനിക്ക് എങ്ങു നിന്നും ഒരു സഹായത്തിന്റെ കരം നീട്ടപ്പെടുവെന്ന് और मैं मदद का किधर भी जरिया नहीं है, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അങ്ങേക്ക് എന്നെ സഹായിപ്പാൻ लेकिन കഴിയും. मैं विश्वास करता हूँ कि मेरी मदद तुझसे है. യേശുവിന്റെ നാമം ചെയ്യും. യേശു ഇന്ന് के नाम പകലിൽ से महिमा. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ഉള്ളത്തിൽ ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. और आप इस ഹല്ലേലൂയ, वचन सुनते वक्त ही ഹല്ലേലൂയ, परमेश्वर की ഹല്ലേലൂയ. आत्मा की सामर्थ्य तुम्हारे ഈ अंदर വചനം प्रकट हो. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ദൈവപ്രവർത്തികൾ ചിലർക്ക് വേണ്ടി നടക്കട്ടെ. और इस वचन के बीच में ही യേശുവിന്റെ परमेश्वर നാമത്തിൽ. का कार्य प्रकट हो. ഹല്ലേലൂയ. നിന്റെ തലമുറകളുടെ മേലെ നടക്കട്ടെ. और हमारे ഓ, संतानों നിന്റെ के ऊपर, സന്താനങ്ങളുടെ മേലെ നടക്കട്ടെ. हमारे आने पीढ़ी के നിന്റെ ऊपर, ഭവനത്തിൽ നടക്കട്ടെ. भवन में, ഓ, നിന്റെ ദേശത്ത് നടക്കട്ടെ. देश में. ഹല്ലേലൂയ. ചില അത്ഭുതത്തിന്റെ പ്രവൃത്തികളുമായി യേശുവിനെ സാക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. और इस देश में प्रभु के कार्य की गवाही देने के लिए प्रभु मदद करे. താങ്ക് യു ജീസസ്. हालेलुया, താങ്ക് യു हालेलुया, ജീസസ്. हालेलुया. നമുക്ക് हम പ്രാർത്ഥിക്കാം. प्रार्थना करें. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ हे കർത്താവേ, परिशुद्ध, हे पवित्र और अनंत അങ്ങയുടെ परमेश्वर, വചനത്തിന് മുൻപിൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ तेरे സമർപ്പിക്കുന്നു. वचन के सामने और एक बार समर्पित ഇന്ന് करते പകൽ हैं. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. तूने हमसे बातचीत की. നിസ്സഹായതയിൽ വെളിപ്പെടുന്ന ദൈവശക്തിയെ കുറിച്ച്, निस्सहायता में मदद करने वाली तेरी शक्ति के लिए, അസാധാരണമായ വിഷയങ്ങളുടെ മുൻപിൽ ആമേൻ അസാമാന്യ ശക്തി അയച്ച് അതിൻ്റെ മേൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ. और असाधारण विषयों के बीच में भी अपनी शक्ति प्रकट करने वाले परमेश्वर के बारे में हमने सुना. ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. और तेरे शरण में हम अपने आप को समर्पित करते हैं. ഞങ്ങളെ കാണുന്നവർ ആരുമില്ല എങ്കിലും भले ही हमें कोई ना देखता हो, ഞങ്ങളെ കാണുന്നൊരു കർത്താവുണ്ട്. हमें देखने वाला एक परमेश्वर जरूर പലപ്പോഴും है. ഞങ്ങൾ അങ്ങയെ കണ്ടിട്ടില്ല, हमने तुझे देखा नहीं, പക്ഷേ അങ്ങ് ഞങ്ങളെ लेकिन കണ്ടിട്ടുണ്ട്. तू हम पे नजर रखता ഞങ്ങൾ है. അങ്ങയെ പലപ്പോഴും ആമേൻ മനസ്സിലാക്കാതിരുന്നപ്പോൾ कई बार हम तुझे അങ്ങ് समझ ഞങ്ങളെ नहीं पाए, മനസ്സിലാക്കിയല്ലോ. लेकिन तू हमें समझा. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. तेरी महिमा तू प्रकट करता है, इसके लिए धन्यवाद. അങ്ങയുടെ പ്രവൃത്തിയുടെ പദ്ധതികൾക്കായി സ്തോത്രം. तेरे बड़े कार्यों के लिए धन्यवाद. അങ്ങയുടെ സമയത്തിനായി तेरे സ്തോത്രം. समय के लिए धन्यवाद. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ നന്മകളും വിടുതലുകളും അനുഭവിച്ച് അങ്ങേ സാക്ഷിപ്പാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് നൽകണമേ. और तेरे कार्यों को समझने के लिए, जानने के लिए एक मन हमें दे. ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ ഇടപെട്ടതിനാൽ സ്തോത്രം. तेरे वचन के द्वारा हमसे बातचीत ഈ की, इसके लिए ആരാധന धन्यवाद. സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. इस आराधना में भाग लेने वाले सभी लोगों के ജനത്തെ लिए എല്ലാം धन्यवाद. ധന്യമായി അനുഗ്രഹിച്ചാട്ടെ.
तेरी प्रजा को आशीष दे। പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. पिता, पुत्र और पवित्र आत्मा के नाम से इस प्रजा को आशीष दे। അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം. तो ऐसा करता है इसके യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. यीशु के नाम से ही ആമേൻ. आमेन। കർത്താവായ യേശുവിന്റെ കൃപ നാം ഏവരോടും എല്ലാ ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. हालेलुया। Praise the Lord. God bless you. परमेश्वर आप सभी को आशीष दे।